ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ചൈതന്യം ശാശ്വതം ശാന്തം വ്യോമാതീതം നിരഞ്ജനം നാദബിന്ദുകലാതീതം തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിയൈമാ പുരോ വിഭു നിർമായസേതേയദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലങ്കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. ജഗത്തിതെല്ലാം ഇതിൽ നിന്നെതിങ്കൽ നിൽക്കുന്നു വായിക്കുന്നു ലയിച്ചിടുന്നു. ഹരേ നാരായണ. സച്ചിദാനന്ദ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഇവിടുത്തെ പ്രകരണം ഇപ്പോൾ ഹംസഗീത എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഏകാദശ സ്കന്ധം അതാണ് ഇപ്പോൾ പ്രതിപാദനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകാദശ സ്കന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ലക്ഷണം? മുക്തി എന്നാണ്. മുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? മുക്തി ഹിത്വ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി എന്നാണ്. അതായത് ഈ ജീവാത്മാവ് എന്ത് പറ്റി? ആ അന്യഥാരൂപം, താൻ ഈ ശരീരമാണ് താൻ എന്നുള്ള ഭാവത്തിൽ വന്നിട്ട് അഭിമാനം വന്നു, ശരീരാഭിമാനം വന്നിട്ട് പിന്നീടുണ്ടായുള്ള വിഷമങ്ങളെല്ലാം ഈ സംസാരമെല്ലാം അതിന്നുണ്ടായതാണ്. അങ്ങനെയുള്ള ആ അന്യഥാരൂപത്തിനെ ത്യജിച്ചിട്ട് ആ തൻ്റെ സ്വരൂപം യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിൽക്കുക, അതിനാണ് മുക്തി എന്ന് പറയുക. അതിനുള്ള മാർഗങ്ങളും അതൊക്കെയാണ് ഈ ഏകാദശത്തിലെ വിഷയം ആയിട്ട് പറയണത് എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ് നമ്മളിവിടെ ആദ്യം തന്നെ ഭഗവാൻ ഉദ്ധവനോട് പറയുകയാണ്. അതായത് സാക്ഷാൽ ശ്രീ ശുഭബ്രഹ്മർഷി പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുക്കുകയാണത്. ആ കഥ പിന്നീട് നൈമിശാരണ്യത്തിൽ വെച്ചിട്ട് സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ കഥയിലാണ്. ഇവിടെ ഈ ശ്രീ ശുഭബ്രഹ്മർഷി തന്നെ ഉദ്ധവനോട് പറയുമ്പോൾ ഭഗവാൻ തൻ്റെ പ്രിയ ശ്രീ ശുഭബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുമ്പോൾ ഭഗവാൻ തൻ്റെ പ്രിയ ശിഷ്യനായിട്ടുള്ള ഉദ്ധവന് നൽകുന്ന ഉപദേശമാണ് ഇവിടെ വിഷയം. ഇവിടെ വരുന്ന സമയത്ത് ഉദ്ധവനോട് ഭഗവാൻ യഥാവിൽ പറയുകയാണ്, ഉദ്ധവ ഓരോ ഉപദേശങ്ങൾ പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉദ്ധവ നോക്കൂ, ഈ മുക്തിക്കുള്ള മാർഗ്ഗമല്ലേ ഈ സത്വം രജസ് തമസ് ഇങ്ങനെ 3 ഗുണങ്ങളുണ്ടല്ലോ. ഇത് ആലോചിച്ച് നോക്കിയാൽ ഇത് ബുദ്ധിയുടെയാണ്, ഇത് ആത്മാവിൻ്റെ അല്ല എന്ന് പറയുകയാണ്. സത്വം രജസ്തമ ഇതി ഗുണ ബുദ്ധേർന്ന ച ആത്മന സത്വേന അന്യതമൗഹന്യൽ സത്വം സത്വേന ചൈവഹി. അതായത് അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ സത്വഗുണം കൊണ്ട് മറ്റുള്ള 2 ഗുണങ്ങളെയും രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും മെല്ലെ ഇല്ലാണ്ടാക്കണം, ഹനിക്കണം എന്ന് പറയുകയാണ്. അതിനുശേഷം പിന്നെ ആ സത്വഗുണം മാത്രമായി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതും അങ്ങനെ ഉപശമം ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പോൾ ആ സംസാരം തീരും എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ് ഈ സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചുള്ള യഥാർത്ഥത്തിൽ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ. അതായത് ബ്രഹ്മം എന്താണ് ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്നാണ്. അതായത് ബ്രഹ്മം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, രണ്ടാമതായിട്ടൊന്നുമില്ലാത്ത രീതിയിലുള്ള ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ആ ബ്രഹ്മത്തിന് തന്നെ ഭാഗവത്തിൽ 3 തരത്തിൽ പറയും. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത. ഇത് 3ഉം ഒന്ന് തന്നെയാണ്. ബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവ് അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറയുന്നത് ഈ 3ഉം ഒന്ന് തന്നെയാണ്. അങ്ങനെയുള്ള ഭഗവാൻ എന്ത് ചെയ്യണു?
ഒരിക്കലും ഈ സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സങ്കല്പം മാത്രമാണ്, ശരിക്കും യഥാർത്ഥത്തിൽ നടന്നില്ല എന്നാണ് പറയണത്. ഓരോ ജീവനെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആലോചിച്ച് കഴിഞ്ഞാൽ ആ ജ്ഞാനമാർഗത്തിൽ മുക്തി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടന്നിട്ടില്ല, അതൊക്കെ സ്വപ്നന്മാരേ ഉള്ളൂ എന്നാണ് അപ്പോൾ ഈ അംശത്തിൻ്റെ ഉപദേശത്തോടുകൂടി പറയാൻ പോണത്. അപ്പോൾ എന്താണ് ഇവിടെ, എങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായത്? ഒരു സങ്കല്പം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകോ നാനാത്വമന്യുച്ഛൻ യോഗതൽപാൽ സമുദ്ധിത. ഓരോ തവണയും നമ്മുടെ സൃഷ്ടികർത്താവായുള്ള ബ്രഹ്മാവ് തൻ്റെ രാവിലെ എണീക്കുമ്പോൾ എന്ത് ചോദിച്ചാൽ താൻ പലതായിട്ട് ആ ഭാവത്തിൽ നാനാത്വം ആവട്ടെ തീരുമാനിച്ചുകൊണ്ട് എന്ത് ചെയ്യും? തൻ്റെ യോഗതൽപ്പം എന്നാണ് എഴുന്നേൽക്കുന്നു പറയുകയാണ്. എന്നിട്ടാണ് തൻ്റെ ആ മഹത്തായിട്ടുള്ള വീര്യം, ഹിരൺമയം മഹത്തായിട്ടുള്ള വീര്യം എന്ത് ചെയ്യും? ആ മായയാ, അതാണ് ആ വീര്യം. എന്താണ് മായ? ആ മായയിൽ ആ തൻ്റെ വീര്യത്തിനെ പ്രാപിക്കുകയാണ്. ആ മായ എങ്ങനെയാണ്? ത്രിധ, മൂന്നായിട്ടുള്ള മായ, അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണമുള്ള മായയിൽ ആ ഭഗവാന്റെ നോട്ടം കൊണ്ട് മായയാണ് വിജൃംഭിച്ച്, മായയാണ് സൃഷ്ടി മുഴുവൻ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സാധാരണ രീതിയിൽ ഈ 3 ഗുണങ്ങളും ഒരേ ഭാവത്തിൽ സന്തുലിതാവസ്ഥയിൽ ഇരിക്കുകയാണെന്ന് വെച്ചാൽ യാതൊരു പ്രശ്നവുമില്ല. ഏതെങ്കിലും ഒന്ന് വർദ്ധിക്കുകയോ ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഭഗവാന്റെ ആ നോട്ടം കൊണ്ട്, ഈക്ഷണം കൊണ്ട്, അല്ലെങ്കിൽ ഇച്ഛാശക്തി കൊണ്ട് എപ്പോൾ ഈ മായയ്ക്ക് അതിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട് അത് വിജൃംഭിക്കണോ അല്ലെങ്കിൽ വികാരം പ്രാപിക്കണോ എന്നൊക്കെ പറയും. അങ്ങനെ പറയുമ്പോഴാണ് ആദ്യമായിട്ട് ഈ മായ, അതിന് മൂലപ്രകൃതി എന്നൊക്കെ പറയും. മൂലപ്രകൃതി എന്ന് ആദ്യം എന്താ ഉണ്ടാവുന്നത്? മഹത്തത്വം എന്ന് പറഞ്ഞാലുണ്ടാവും. ഈ മഹത്വത്തെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള സാത്വിക ഗുണം തന്നെയാണ്. അതിൻ്റെ ഒപ്പം രജോ ഗുണം കുറച്ചുള്ളത് കൊണ്ടാണ് അതിന് ആ സൃഷ്ടിക്കുള്ള വാസന ഉണ്ടാവുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള മഹത്തത്വമാണ് ആദ്യമായിട്ടുണ്ടാവുന്നത്. ആ മഹത്വത്തിൽ നിന്ന് പിന്നീട് അഹങ്കാരം എന്നുള്ളതിന് തത്വം ഉണ്ടായി. ഈ അഹങ്കാരത്തിന് 3 ഭാവങ്ങളുണ്ട്. ഈ ഗുണങ്ങൾക്കനുസരിച്ച് സാത്വിക അഹങ്കാരം അല്ലെങ്കിൽ വൈകാരിക അഹങ്കാരം എന്ന് പറയും, പിന്നെയോ രാജസ അഹങ്കാരം അല്ലെങ്കിൽ തേജസ അഹങ്കാരം എന്ന് പറയും, പിന്നെ താമസ അഹങ്കാരം. ഇങ്ങനെ 3 ഭാവങ്ങളായിട്ടുള്ള അഹങ്കാരമാണ് മഹത്തത്വത്തിൽ നിന്നുണ്ടായത്. ഈ അഹങ്കാരങ്ങളിൽ നിന്നുണ്ടായപ്പോൾ വൈകാരിക അല്ലെങ്കിൽ സാത്വിക അഹങ്കാരത്തിൽ നിന്നാണ് മനസ്സ് എന്നുള്ള തത്വം ഉണ്ടായത്. ആ മനസ്സിനെ തന്നെ അത് 4ആയിട്ട്, അതായത് ശരിക്കും അന്ധക്കരണം എന്ന് പറയും. ഉള്ളിലുള്ള ഇന്ദ്രിയ അന്ധക്കരണമാണത്. അന്ധക്കരണത്തിന് 4 ഭാവങ്ങളെന്ന് പറയും. ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഭാവം ചിത്തം, അത് കഴിഞ്ഞാൽ അഹങ്കാരം, പിന്നീട് മനസ്സ്, പിന്നീട് ബുദ്ധി. അപ്പോൾ ഈ സാത്വിക അഹങ്കാരത്തിൽ നിന്നാണ് ഇതുണ്ടായതെന്ന് പറയുക. വെച്ചാലും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഉണ്ടായിട്ടുള്ള ആ മഹത്തത്വം എന്നുള്ളതിൻ്റെ ആധ്യാത്മിക ഭാവമാണ് ചിത്തം എന്നും പറയാറുണ്ട്. അപ്പോൾ ആ ചിത്തം എന്നുള്ളതാണ് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള മനസ്സിൻ്റെ അവസ്ഥ. അത് കഴിഞ്ഞിട്ടാണ് അഹങ്കാരം ഉണ്ടായത്, പിന്നെയോ ഈ മനസ്സുണ്ടായി, പിന്നെയോ ഈ രജോ ഗുണത്തിൽ നിന്ന് എന്തുണ്ടായി? ബുദ്ധി ഉണ്ടായി. അതുമാതിരി ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും രജോ ഗുണത്തിനുണ്ടായി. പിന്നെ താമസ അഹങ്കാരത്തിനാണ് ആദ്യമായിട്ട് ശബ്ദം ഉണ്ടായി. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇങ്ങനെ 5 വിഷയങ്ങൾ. ഇതൊക്കെ താമസ അഹങ്കാരത്തിനാണ്. ഈ വിഷയങ്ങൾക്ക് തന്മാത്രകൾ എന്ന് പേരുണ്ട്, അല്ലെങ്കിൽ സൂക്ഷ്മഭൂതങ്ങൾ എന്നും പറയും. ഈ സൂക്ഷ്മഭൂതങ്ങളിൽ നിന്ന് 5 സ്ഥൂലഭൂതങ്ങളുണ്ടായി. അതായത് ശബ്ദത്തിൽ നിന്ന് ആകാശം ഉണ്ടായി, അതുമാതിരി സ്പർശത്തിൽ നിന്ന് വായു ഉണ്ടായി, രൂപത്തിൽ നിന്ന് അഗ്നി ഉണ്ടായി, രസത്തിൽ നിന്ന് ജലം ഉണ്ടായി, ഗന്ധത്തിൽ നിന്ന് ഭൂമി ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ 5 തന്മാത്രകൾ അല്ലെങ്കിൽ സൂക്ഷ്മഭൂതങ്ങൾ, 5 സ്ഥൂലഭൂതങ്ങളായിട്ടുള്ള ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇങ്ങനെ ഇതുണ്ടായി എന്ന് മാത്രമല്ല. അപ്പോൾ ഈ 5 തന്മാത്രകളെ, ഈ വിഷയങ്ങൾ, 5 വിഷയങ്ങളെ അറിയേണ്ട, ശരീരത്തിന് അറിയണമെന്ന് എന്തുണ്ടാവണം? 5 ഇന്ദ്രിയങ്ങളുണ്ടാവണം. അപ്പോൾ ശബ്ദത്തിനെ അറിയാൻ വേണ്ടി ചെവി എന്നുള്ള ശ്രോത്രം എന്നുള്ള ഇന്ദ്രിയം ഉണ്ടായി. അതുമാതിരി ത്വക്ക്, സ്പർശത്തിൽ നിന്ന് അറിയാൻ വേണ്ടി ത്വക്കുണ്ടായി. അതുമാതിരി രൂപം കാണാൻ വേണ്ടി കണ്ണുണ്ടായി. നാവ് രസം അറിയാൻ വേണ്ടിയിട്ട് നാവുണ്ടായി. ഗന്ധം അറിയാൻ വേണ്ടിയിട്ട് നാസാദ്വാരങ്ങളും ഉണ്ടായി. ഇങ്ങനെയുള്ള 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ടായി. അപ്പോൾ ഈ ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടിയിട്ട് ഈ മനസ്സ് ഈ വിഷയങ്ങളെ ആസ്വദിച്ച് വരുമ്പോൾ മനസ്സിനതിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് കർമ്മേന്ദ്രിയങ്ങളുടെ പ്രവർത്തിക്ക് വന്നിട്ട് ചെയ്യുമ്പോൾ അതാണ് ആ മുഖം, വാക്ക് എന്നുള്ളതുണ്ടായി. പിന്നെയോ 2 കൈകൾ, പാണി, അതുമാതിരി പാദം, അത് കാലുകളുണ്ടായി. പിന്നെയോ
വിസർജനം ചെയ്യാനുള്ള ഗുദുണ്ടായി, അതുമാതിരി ജനനേന്ദ്രിയം ഉണ്ടായി. ഇങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങൾ. അപ്പോൾ ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, അതുമാതിരി ഈ 5 വിഷയങ്ങൾ, 5 പഞ്ചഭൂതങ്ങൾ, ഇതിൻ്റെ പിന്നെ അന്ധക്കരണം എന്നുള്ള 4, അതായത് ചിത്തം, അഹങ്കാരം, മനസ്സ്, ബുദ്ധി, ഇങ്ങനെയുള്ള ഇതെല്ലാം കൂടിയിട്ടുള്ള ഈ സംഘാതത്തിനാണ് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ദേഹം എന്ന് പറയുക. അപ്പോൾ ഈ ദേഹം എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ടായത്? ഈ ദേഹം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ സൃഷ്ടിയാണ്, പ്രകൃതിയിൽ നിന്നുണ്ടായിട്ടുള്ള ദേഹം. ഇതിൽ എപ്പോൾ ഈ ജീവൻ, അതായത് ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവൻ്റെ ഒരു ഉപാധി മാത്രമാണ് അതായത് ആത്മാവിനെ, പരമാത്മാവിനെ ഒരു പ്രതിബിംബമായിട്ട് ഈ ജീവാത്മാവിന് പ്രവർത്തിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് ഈ ദേഹം എന്ന് പറഞ്ഞുള്ള വസ്തുത. അത് ഈ ഗുണങ്ങളിൽ നിന്നും ഇതൊക്കെ കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. അതിൽ എപ്പോൾ ജീവൻ ഇത് താനാണ് ഈ ദേഹം എന്ന് എപ്പോൾ ധരിക്കാൻ തുടങ്ങി, അഭിമാനം വരുന്നു, അപ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാവുന്നത്. അപ്പോൾ എന്തുണ്ടാവും? ഈ ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ, കർമ്മങ്ങൾ എല്ലാം താനാണ് ചെയ്യണമെന്നുള്ള ഒരു കർത്തൃത്വബോധം ജീവനുണ്ടാവും. എന്ന് മാത്രമല്ല, ചെയ്യുമ്പോൾ തന്നെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല പ്രവൃത്തികൾ ചെയ്താൽ അതിൻ്റെ നല്ല ഗുണങ്ങൾ കിട്ടും, ചീത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിന് മോശമായിട്ടുള്ള ഫലങ്ങൾ കിട്ടും. ഇതൊക്കെ അനുഭവിക്കാൻ ഇറങ്ങി ഭോക്താവ് എന്നുള്ള രീതിയിലും കൂടിയിട്ട് ഈ ജീവൻ ഇങ്ങനെ മാറുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സുഖങ്ങൾ, രസങ്ങൾ അനുഭവിക്കുമ്പോഴും ഇതൊക്കെ എന്തുണ്ടാവും? ഇതിൻ്റെയൊക്കെ വാസനകളായിട്ട് മനസ്സിൽ ഇത് വാസനകളങ്ങനെ വന്നങ്ങനെ നിറയും. ഇതങ്ങനെ വന്ന് നിറഞ്ഞ് എന്തുണ്ടായി? വീണ്ടും അത് ഈ ജീവൻ കഴിയുമ്പോൾ അടുത്ത ജന്മത്തിലേക്കുള്ള വിത്തായിട്ട് ഈ വാസനകൾ മാറും. ആ കർമ്മവാസനകൾക്കനുസരിച്ചാണ് അടുത്ത ശരീരം കിട്ടുക. ഇതിങ്ങനെ തുടർന്നായിട്ട് ഈ സംസാരം എന്നുള്ളത് അങ്ങനെ ഏതുമാതിരി ശരീരത്തിന് ഒരു പേരുണ്ട്, ക്ഷേത്രം എന്നുള്ളത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷിഭൂമിയിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. എന്തെങ്കിലും വിത്ത് വിതച്ചാൽ അതിന് മുള പൊട്ടി അതല്ലേ ധാരാളം വിളവുണ്ടാകും. ആ വിള ഉണ്ടായി കഴിഞ്ഞാൽ അത് ഈ വിത്തിൻ്റെ ഗുണത്തിനനുസരിച്ചാണ് വിള കിട്ടുക. അത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വിത്തെടുത്ത് വേറെയും വിതയ്ക്കും. അങ്ങനെ അത് വർദ്ധിച്ച് ഒരിക്കലും നാശമില്ലാണ്ട രീതിയിൽ അതൊന്നും ഇല്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴാണ് ഇതിന് നേടുക? ഈ ജീവന് താൻ ഈ ദേഹമാണെന്നുള്ള ഈ അന്യതാബോധം അത് ഇല്ലാണ്ടായി തീരണം. അതിനാണ് മുക്തി എന്ന് നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അതിനുള്ള മാർഗ്ഗങ്ങൾ പറയുമ്പോഴാണ് ആദ്യം പറഞ്ഞത് ഈ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും, ഈ 3 ഗുണം കൊണ്ടല്ലേ ഉദ്ധവ അതായത് അത് വാസ്തവത്തിൽ ആലോചിച്ച് നോക്കിയാൽ ഇത് ആത്മാവിലുള്ളതല്ല, ഈ ത്രിഗുണാത്മകമായിട്ടുള്ള ഈ ശരീരത്തിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിയിലുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? ഈ സത്വേന അജ്ഞതമോ ഹന്യാൽ, സത്വഗുണം കൊണ്ട് മറ്റുള്ള 2 ഗുണങ്ങളെയും നശിപ്പിച്ചിട്ട് മെല്ലെ സത്വഗുണം കൊണ്ട് സത്വഗുണത്തിനെ തന്നെ ഇല്ലാണ്ടാക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ സത്വഗുണം വർദ്ധിക്കുമ്പോൾ എന്താണ് ആവശ്യം? ധർമ്മം മെല്ലെ വളരുന്നത്. എന്താ ധർമ്മം? ഭക്തന്മാരില്ലേ ഭാഗവത ധർമ്മങ്ങൾ, അതായത് സത്വാൽ ധർമ്മോപവിൽ വൃദ്ധാൽ പുംസോ മൽഭക്തി ലക്ഷണ, ഭഗവാന്റെ ഭക്തി ലക്ഷണങ്ങളായിട്ടുള്ള സൽക്കർമ്മങ്ങൾ, നല്ല ധർമ്മങ്ങളില്ലേ, അതെല്ലാം മെല്ലെ മനസ്സിൽ ഉരുത്തിരിയാൻ തുടങ്ങും. എന്നിട്ടോ അത് നമ്മൾ മെല്ലെ അത് പ്രവർത്തിക്കാൻ സാത്വിക ധർമ്മങ്ങൾ ചെയ്യാൻ ചെയ്യുന്നു പറയുകയാണ്. അതെങ്ങനെയാണ്? അപ്പോൾ പിന്നെ സാത്വികോപാസയാ സത്വം തഥോ ധർമ്മ പ്രവർത്തതേ. അപ്പോൾ നല്ല ആ ധർമ്മങ്ങൾ ചെയ്യാൻ വരുമ്പോൾ അത് വീണ്ടും അതിനെ സാത്വികമായിട്ടുള്ള രീതിയിൽ ഉപാസന ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ സത്വഗുണം വർദ്ധിക്കാതെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർദ്ധിച്ചുകൊണ്ട് അതങ്ങനെ വളർന്നു വരാൻ തുടങ്ങുന്നു പറയുകയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ധർമ്മം, ഭാഗവധർമ്മങ്ങൾ നമ്മൾ ആചരിക്കാൻ തുടങ്ങുമ്പോൾ ധർമ്മോ രജസ്തമോ ഹന്യാൽ, ആ ഇങ്ങനെ സത്വവൃദ്ധി വരുത്തുന്നതിനൊപ്പം തന്നെ ഈ ധർമ്മങ്ങളെ കൊണ്ട് രജോഗുണത്തിനെയും തമോ ഗുണം, രജോഗുണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് പുറത്തേക്ക് നടക്കുക, അതാണ് രജോഗുണം. തമോ ഗുണം എന്ന് പറഞ്ഞാൽ ആലസ്യം, മന്ദത, അങ്ങനെയല്ലേ, അതൊക്കെ അതൊക്കെ മെല്ലെ ഇല്ലാണ്ട് തീരും ഈ ധർമ്മങ്ങളെ ആചരിച്ചു കഴിഞ്ഞാന്ന് പറയുകയാണ്. ഇപ്പോൾ ആശു നശ്യ ധർമ്മോ രജസ്തമോ ഹന്യൽ സത്വവൃദ്ധിയിൽ അനുത്വം ഒരിക്കലും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത ഉത്തമമായിട്ടുള്ള ആ സത്വവൃദ്ധി വന്നു കഴിഞ്ഞാൽ എന്തുണ്ടായി തീരും? ആശു നശ്യതി തന്മൂലോ ഹ്യധർമ്മ ഉപയേഹതേ. രജോ ഗുണവും തമോ ഗുണവും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ മൂലമായിട്ടുള്ള അധർമ്മം എന്നുള്ളതും തീരെ ഇല്ലാണ്ട് തീരുന്ന് പറയുകയാണ്. ഇനി എങ്ങനെയാണ് ഈ സത്വഗുണം വർദ്ധിപ്പിക്കുക? അതിന് പല മാർഗ്ഗങ്ങളുണ്ട്. ഏത് സാധനവും വർദ്ധിപ്പിക്കണം വെച്ചാൽ പല മാർഗ്ഗങ്ങളിൽ 9-10 സാധനങ്ങൾ പറയുന്നുണ്ട്. ആഗമോ ആപ പ്രജാ ദേശ കാല കർമ്മ ച ജന്മ ച ധ്യാനം മന്ത്രോദ സംസ്കാരോ ദശ ഇതേ ഗുണഹേതവകടെ 10 എണ്ണമാണ് പറയുന്നത്. അതായത് ആഗമങ്ങളെ, ശാസ്ത്രങ്ങളെ, പലതരത്തിലും ശാസ്ത്രങ്ങളുണ്ട്. അതുമാതിരി ആപ ജലം, പിന്നെ പ്രജകൾ, ദേശം, കാലം, അതുമാതിരി ചെയ്യുന്ന കർമ്മങ്ങൾ, അതുമാതിരി ഓരോ ദ്വിജത്വം പറയുന്ന ജന്മങ്ങൾ, പിന്നെയോ ധ്യാനം, മന്ത്രം, സംസ്കാരം, ഇതെല്ലാം ഈ 3 ഗുണങ്ങൾക്കനുസരിച്ച് 3 തരത്തിലുള്ള പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം ഈ
10 സാത്വികമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളെ നമ്മൾ ആശ്രയിച്ച് അല്ലെങ്കിൽ സേവിച്ച് കഴിഞ്ഞു വെച്ചാൽ സാത്വിക ഗുണം വർദ്ധിച്ചു കൊണ്ടിരുന്നു, സത്വഗുണം വർദ്ധിച്ചു വരുന്നു. തത്തൽ സാത്വികമേവേഷം യജ്ഞൽ വൃദ്ധാ പ്രചക്ഷത. ഏതാണ് ഇതിൽ സാത്വികമായുള്ളത് എങ്ങനെ അറിയുക? ശ്രേഷ്ഠന്മാരായുള്ള ജ്ഞാനവൃദ്ധന്മാരായിട്ടുള്ള ആൾക്കാർ നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. പണ്ട് അത് നോക്കിയിട്ട് അവർ പോകുന്ന മാർഗ്ഗമുണ്ടല്ലോ, അത് കൂടെ പോയി കഴിഞ്ഞു വെച്ചാൽ അവർ സാത്വികമായുള്ള രീതിയെ പ്രശംസിക്കുന്ന ഏതാണ്, അതിനെ നമ്മളും അവരുടെ പിന്നാലെ പോവുക. അപ്പോൾ അത് സാത്വികമായുള്ള രീതിയിലാവും. പിന്നെ അവർ നിന്ദിക്കുന്നതായിട്ടുണ്ടാവും, അത് താമസമാണെന്ന് മനസ്സിലാക്കുക. പിന്നെ അവർ ശ്രദ്ധിക്കാതെ പോണത് രജോ ഗുണത്തിന് വർദ്ധിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ സാത്വികന്യേവ സേവേദ പുമാൻ സത്വവിവൃദ്ധയേ തതോ ധർമ്മസ്തോ ജ്ഞാനം യാവൽ സ്മൃതിരപോഹനം. ഇങ്ങനെ ഈ സത്വഗുണം മെല്ലെ മെല്ലെ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഏതുവരെ വർദ്ധിക്കണം? യാവൽ സ്മൃതി, അതായത് തൻ്റെ യഥാർത്ഥ ഭാവം എന്താണെന്നുള്ള ആ ആത്മബോധം അത് വരുന്നത് വരെ ഈ സത്വഗുണത്തിനെ വർദ്ധിക്കണം. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞില്ലേ, അതായത് എന്തൊക്കെ ആഗമങ്ങൾ ശാസ്ത്രങ്ങളെന്ന് പറഞ്ഞാൽ നിവൃത്തിമാർഗത്തിൽ ചരിക്കേണ്ടതായിട്ടുള്ള ഭഗവാനെ ഭജിക്കേണ്ടതായിട്ടുള്ള ആ ശാസ്ത്രങ്ങൾ, അതിനെയൊക്കെ നമ്മൾ പിന്തുടരുക. അല്ലാണ്ട് വെറും ലൗകിക വിഷയങ്ങളെ പറ്റിയുള്ളതോ അല്ലെങ്കിൽ ആ ജ്ഞാനങ്ങളെ പറ്റിയോ അതിൻ്റെ ഇന്ന് പിന്നാലെ പോകണ്ട. അപ്പോൾ അതായത് നിവൃത്തി മാർഗം നിരങ്ങുന്നതായുള്ള ശാസ്ത്രങ്ങളെ ഭജിക്കുക. അതുമാതിരി ജലം എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായിട്ടുള്ള തീർത്ഥ ജലങ്ങളൊക്കെ സേവിക്കുക, അത് സത്വഗുണം വർദ്ധിപ്പിക്കും. നേരെ മറിച്ച് രജോ ഗുണം ഇതിൽ ഈ കൊക്കക്കോള അല്ലെങ്കിൽ കാപ്പി ചായ അതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ രജോ ഗുണം വർദ്ധിക്കുക ചെയ്യുക. പിന്നെയോ തമോ ഗുണം വർദ്ധിക്കുക എന്നല്ല, മദ്യപാനം ചെയ്ത് കഴിഞ്ഞാലേ അത് അപ്പോൾ അതിൻ്റെ ഒന്നും പിന്നാലെ പോകേണ്ടേ സാത്വിക ഗുണം വർദ്ധിക്കുന്ന രീതിയിലുള്ള ജലം. പിന്നെയോ ജലങ്ങളും തേമാരത്തിനാണ് നല്ല നിവൃത്തി നിരതന്മാരായിട്ട് ഭഗവത് ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ സേവിച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്കും ഒരുതായിട്ടുള്ള ആ സാത്വിക ഭാവം കിട്ടും. വെറും ദമ്പവും അതുമായിട്ട് നടക്കുന്ന ആൾക്കാരുടെ പിന്നാലെ പോയാൽ രജോ ഗുണം വർദ്ധിക്കും. ദുഷ്ടന്മാരായിട്ട് അന്യരെ ഉപദ്രവിച്ച് നടക്കുന്ന ആൾക്കാരുടെ പിന്നാലെ പോയാലോ നമ്മളും താമസഗുണം അവരുടെ അതുമാതിരി അങ്ങനെ ജനങ്ങൾ. പിന്നെ ദേശത്തും അതേമാതിരി തന്നെയാണ്. നല്ല ഏകാന്തത്തിലെ കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ നല്ല മനസ്സിന് ശുദ്ധി കിട്ടുന്നില്ല. പല പക്ഷികളും ഇതൊക്കെ ശബ്ദമില്ലാണ്ട് യാതൊരു ബഹളവും ഇല്ലാണ്ട് അങ്ങനെ സുഖമായിട്ട് കഴിയുന്ന അതാണ് സാത്വിക ദേശങ്ങൾ. നല്ല ഇതിൽ ട്രാഫിക് ജാമുള്ള റോട്ടിൽ പോയി കഴിഞ്ഞാൽ സാത്വിക ഭാവം ഉണ്ടാവും, അവിടെ രജോ ഗുണം വർദ്ധിച്ചു കൊണ്ടിരിക്കുക ചെയ്യുക. അതുമാതിരിയോ മദ്യശാലയിൽ പോയി കഴിഞ്ഞാലോ അവിടെ തമോ ഗുണം വർദ്ധിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഓരോ ഒന്നിനും ഈ ഗുണങ്ങൾക്കനുസരിച്ച് ഭേദങ്ങളുണ്ടെന്ന് പറയുകയാണ്. ഇങ്ങനെയുള്ള ആ സാത്വിക ഗുണങ്ങളെ സേവിച്ചുകൊണ്ടിരുന്നു വെച്ചാൽ എന്തുണ്ടാവും? വേണു സംഘർഷജോ വന്യർ ദഗ്ധ്വാ ശാമ്യതി തദ്വനം ഏവം ഗുണം വ്യത്യയജോ ദേഹ ശാമ്യതി തൽക്രിയ. ഇങ്ങനെ മെല്ലെ മെല്ലെ ഈ സത്വഗുണം കൊണ്ട് വർദ്ധിച്ചിട്ട് എന്തുണ്ടായിത്തീരും? രജോ ഗുണവും തമോ ഗുണവും ഇല്ലാണ്ടായി കഴിഞ്ഞു വെച്ചാൽ അവസാനം പിന്നെ ഈ സത്വഗുണം എന്തുണ്ട്, അത് മെല്ലെ മെല്ലെ അതും ഉപശമിക്കും. അതായത് ഈ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ നിന്ന് ആ ഗുണങ്ങളെല്ലാം വിട്ടൊഴിയും. അപ്പോൾ മനസ്സും ഇല്ലാണ്ട് ഈ തീരുന്നു പറയുകയാണ്. അതാണ് ദേഹശാമ്യതി. ദേഹം എന്ന് പറഞ്ഞതാണ് മനസ്സിലാണ് ഈ ശരീരം മുഴുവൻ ഉള്ളത്. ആ മനസ്സ് ഒതുങ്ങി കഴിഞ്ഞു വെച്ചാൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയുക. വലിയൊരു കാടുണ്ടായാൽ ചെറിയ മുളകൾ അങ്ങോട്ടും കൂട്ടി ഒരഞ്ഞിട്ട് തീ ഉണ്ടായി എന്ന് വിചാരിക്കുക. മെല്ലെ മെല്ലെ എന്ത് ചെയ്യും? ആ മുളകൾ കത്താൻ തുടങ്ങും. അത് കഴിഞ്ഞാലോ കാട് മുഴുവൻ തീ പിടിക്കും. കാട് മുഴുവൻ തീ പിടിച്ച് അവസാനം ശ്രമിച്ച് കഴിഞ്ഞാൽ എന്താണ്? പിന്നെ അഗ്നിയല്ലേ എന്താ ചെയ്യാണ്ട് ഒന്നും കത്താനൊന്നുമില്ല. വിറകെ കഴിഞ്ഞാൽ എന്താണ്ടാവുക? കത്തി മെല്ലെ മെല്ലെ അഗ്നി കെട്ടുപോയില്ലേ? അതുമാതിരി ഏവം ഗുണം വ്യത്യയജോ ദേഹ ശാമ്യതി തൽക്രിയ. അങ്ങനെ ആ ശരീരം മെല്ലില്ല, ആ ജീവനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് സംസാരം ഇല്ലാത്ത അവസ്ഥയിലെത്തും എന്ന് പറഞ്ഞു ഭഗവാൻ. അപ്പോഴാണ് ഉദ്ധവൻ ചോദിക്കുക, നോക്കൂ കാര്യമൊക്കെ ശരിയാണ് ഭഗവാൻ, എന്നാലും ഇതൊക്കെ അറിയാത്തപ്പോൾ നമ്മളൊക്കെ എല്ലാവരും തലകുലുക്കൊക്കെ ചെയ്യുന്നില്ല, എല്ലാവർക്കും ഇതൊക്കെ അറിയാം. എന്നാലും എന്താണ് വിദന്തി മർത്യാപ്രായേണ വിഷയാൻ പദമാപദം. അറിയാം, വിഷയങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ആപത്തിലേക്ക് നമ്മളെ നയിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അറിയാത്തുണ്ട്. തഥാവി ഉഞ്ചതേ കൃഷ്ണ തത്കഥം ശ്വഖരാജവൽ. എന്നാലും ഭഗവാനെ എല്ലാവരും അതിൻ്റെ പിന്നാലെ പോകണം. ഏതുമാതിരി? നായ്ക്കള്ള മാതിരി, അതുമാതിരി കഴുതകളുടെ മാതിരി, ആടിനെ മാതിരിക്കല്ലേ. ഇവർക്കൊക്കെ എത്ര ഉപദ്രവിച്ചാലും നായയെ പിടിച്ച് തല്ലി ഓടിച്ചാലും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഓടി വന്ന് ഭക്ഷണം തേടി വീണ്ടും വരും. അതുമാതിരിയേ അതുമാതിരി കഴുതകൾ ഭാരം ചുമന്ന് ഇങ്ങനെ നടക്കും എന്തെങ്കിലും കിട്ടാൻ വേണ്ടി. ആടിനെ തിന്നണേന് എന്തും കിട്ടിയാൽ തിന്നുകൊണ്ട് അങ്ങനെ നടന്നു പോയി. ഇങ്ങനെ ഈ രീതിയിൽ മനുഷ്യനും ഒരു മൃഗത്തിൻ്റെ മാതിരി ശ്വഖരാജവൽ എന്നാണ് പറയണത്. അങ്ങനെ നടന്നു പോകണ്ടുള്ളൂ ഭഗവാനെ. എന്താ അതിന് കാരണം?
അറിഞ്ഞിട്ട് കൂടിയിട്ട് എന്താ ചെയ്യണതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ വേണത്. നോക്കൂ, അഹമിത്യന്യതാ ബുദ്ധി പ്രമത്തസ്യതാഹൃതി ഉത്സർപ്പതിരജോഘോരം തതോ വൈകാരികം മന. ഉദ്ധവ, കാര്യമൊക്കെ ശരി തന്നെയാണ്. സൃഷ്ടി ഉണ്ടായപ്പോൾ ആദ്യത്തിൽ എന്താണ് വൈകാരിക, അതായത് സാത്വിക അഹങ്കാരത്തിൽ നിന്നാണ് മനസ്സുണ്ടായത്. കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ എന്തുണ്ടായി? അത് കഴിഞ്ഞിട്ട് ഈ അഹങ്കാരം വന്നിട്ട് അഹങ്കാരത്തെ കൊണ്ട് ഈ അഹം അന്യതാബുദ്ധി, അതായത് താൻ ശരീരമാണെന്നുള്ള തെറ്റായിട്ടുള്ള ബോധം എപ്പോൾ ഈ ജീവന് ശരീരത്തിലുണ്ടായി കഴിഞ്ഞു, ഈ അപ്പ് കഴിഞ്ഞാൽ പിന്നെ അത് വന്നു കഴിഞ്ഞു വെച്ചാൽ പിന്നെ അതിൽ പ്രമത്തനായി എന്ന് പറയുകയാണ് ആ ജീവൻ. അതിലങ്ങോട്ട് മുഴുകിക്കഴിഞ്ഞു. അങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ അപ്പം മനസ്സെന്തുണ്ടാവും? പിന്നെ മനസ്സിന് ആ സാത്വികഭാവമില്ല. രജോഗുണത്തിൻ്റെ പിന്നാലെ, രജോഗുണങ്ങളാണ് ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. അതിൻ്റെ പിന്നാലെ പോയി മനസ്സ്. രജോ ഘോരം തതോ വൈകാരികമാണ് മനസ്സെങ്കിൽ കൂടി, സാത്വികഭാവത്തിലെ മനസ്സാണെങ്കിൽ കൂടിയിട്ട് മെല്ലെ രജോഗുണത്തിൻ്റെ പിന്നാലെ പോകും. എന്നിട്ടോ എന്ത് ചെയ്യും? രജോയുക്തസ്യ മനസ്സ സങ്കല്പസവികൽപ്പക. ആ മനസ്സിൽ സങ്കല്പങ്ങളും വികല്പങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ രജോഗുണം വർദ്ധിക്കുമ്പോഴുണ്ടാവും. ഓരോന്നിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കും. അതങ്ങനെയായി, അങ്ങനെയാണ്, എങ്ങനെയാണ്, അങ്ങനെ ചിന്തിക്കും. തഥാ അങ്ങനെ ചിന്തിക്കുമ്പോഴേക്കും നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴേക്കും മനസ്സിന് മെല്ലെ മെല്ലെ അതിലൊരു ആഗ്രഹം വരായി. തഥാ കാമോ ഗുണധ്യാനാൽ ദുസ്സഹസ്യാധി ദുർമതേ. അങ്ങനെ മെല്ലെ മെല്ലെ അതിനുള്ള ആഗ്രഹം അങ്ങനെ വർദ്ധിച്ചു വരുന്നു വരികയാണ്. എന്നിട്ടോ കരോതി കാമവശക. ആ കാമം വന്ന് വല്ലാണ്ട് വർദ്ധിച്ചു വരുമ്പോൾ അതിനെ ലഭിക്കാൻ വേണ്ടിയുള്ള മാർഗ്ഗങ്ങളെ കൊണ്ട് ഓരോ തരത്തിലുള്ള പ്രവൃത്തികൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. കർമാണി അവിജിതേന്ദ്രിയ, അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാണ്ട് ഇന്ദ്രിയങ്ങൾ ഓരോന്ന് പോയിക്കൊണ്ട് പിന്നാലെ പോയി വരും. അതിനെ നിയന്ത്രിക്കാൻ കഴിയാണ്ട് ഓരോന്നിൻ്റെ പിന്നാലെ പോയിട്ട് അത് നേടാൻ വേണ്ടി പ്രവർത്തികൾ എടുത്തുകൊണ്ട് ഈ മനസ്സ് അതിൻ്റെ പിന്നാലെ അങ്ങനെ പോകുന്നു വരികയാണ്. എന്നിട്ടോ ദുഃഖോദർക്കാണി സംപശ്യൻ രജോവേഗവിമോ. അറിയാം ഇതൊക്കെ ഇതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ദുഃഖമാണ്. ആദ്യത്തിൽ കുറച്ച് സുഖം ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാലും പിന്നീട് ദുഃഖത്തിനേക്കാൾ വളരെയധികം ദുഃഖമാണെന്ന് മനസ്സിലാക്കിയിട്ട് കൂടിയിട്ട് രജോവേഗവിമോ, ഈ രജോഗുണം വർദ്ധിച്ചിട്ട് അതിൽ വിമോഹിതനായിട്ട് മോഹിക്കപ്പെട്ടുകൊണ്ട് വീണ്ടും വീണ്ടും അതിൻ്റെ പിന്നാലെ തന്നെ പോകുമെന്ന് പറയുകയാണ്. രജനാലോ അങ്ങനെ എപ്പോഴും അങ്ങനെ പോയി നശിക്കുമോ? ഇല്ല, വേണച്ചാൽ മാർഗമുണ്ട് എന്നാ പറഞ്ഞത്. രജസ്തമോഭ്യം യദവി വിദ്വാൻ വിക്ഷിപ്തധീ പുനഃ. വീണ്ടും വീണ്ടും അതിലങ്ങനെ മുഴുകിയിട്ട് രജോഗുണത്തിൽ തമോഗുണം വർദ്ധിച്ചാണെങ്കിലും വിദ്വാൻ അറിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഇതൊന്നൊന്ന് തിരിച്ച് വരുമെന്ന് തോന്നുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതന്ത്രിതോ മനോയുഞ്ജൻ ദോഷദൃഷ്ടിർന്ന സജ്ജതേ. എങ്ങനെ എന്ത് ചെയ്യണം? ആ മനസ്സിനെ മെല്ലെ മെല്ലെ അതിൽ നിന്ന് വിട്ടുകൊണ്ട് വന്നിട്ട് പരിശ്രമിക്കാൻ ചെയ്യാതിട്ട് വിട്ട് കഴിയാൻ അറിവുള്ള ആൾക്കാരാണെങ്കിൽ. ഇനി അത് പറ്റിയില്ല വെച്ചാൽ എന്ത് ചെയ്യണം? അപ്രമത്തോനുയുഞ്ജീത മനോമയ്യർപ്പയൽ ശനൈർ അനിർവിണ്ണോ യഥാകാലം ജിതശ്വാസോ ജിതാസന. ഇനി അങ്ങനെ പെട്ടെന്ന് മനസ്സിനെ കഴിയുമെങ്കിൽ മെല്ലെ മെല്ലെ മനസ്സ് വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ. ശനൈ മെല്ലെ മെല്ലെ എന്ത് ചെയ്യണം? അനിർവിണ്ണ, അതായത് മടുത്ത് ഒന്നും മടുക്കാത്ത രീതിയിൽ വീണ്ടും പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുക. അഭ്യാസം കൊണ്ട് വളരെയധികം പരിശ്രമിക്കുക. എങ്ങനെ ചെയ്യേണ്ടത്? യഥാകാലം ജിതശ്വാസോ ജിതാസന. ആദ്യമായിട്ട് മെല്ലെ മെല്ലെ ഏകാന്തത്തിൽ പോയിരിക്കുക. എന്ന് കഴിഞ്ഞിട്ടോ ഒരു ആസന ചെയ്യാൻ വരുത്തുക. എവിടെയെങ്കിലും ആ ഏകാന്തത്തിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ള രീതി അങ്ങനെ ആസന ചെയ്യാൻ വരുത്തുക. അത് കഴിഞ്ഞിട്ടോ ജിതശ്വാസോ, പ്രാണത്തിനെ നിയന്ത്രിക്കാൻ പഠിക്കുക. പ്രാണായാമം കൊണ്ട് പ്രാണൻ്റെ പോക്കുവരവിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു വെച്ചാൽ എന്തുണ്ട്? ഈ അതിലേക്ക് മാത്രം ശ്രദ്ധ വരുത്തിയാൽ മനസ്സ് ഇങ്ങനെ ഓടിക്കുന്ന ചലനമുണ്ടല്ലോ, അത് ഈ പ്രാണനനുസരിച്ചാണ് മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രാണനെ നിയന്ത്രിച്ചാൽ മെല്ലെ മെല്ലെ മയ്യർപ്പയൽ ശനി, മെല്ലെ മെല്ലെ മനസ്സിനെ നമ്മളുടെ വശത്താക്കാൻ പറ്റും. നമ്മളുടെ വശത്താക്കിയിട്ട് അതെന്ത് ചെയ്യണം? ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് വലിച്ചിരുത്തിയിട്ട് മെല്ലെ മെല്ലെ മനസ്സിനെ ഭഗവാനിൽ അർപ്പിക്കാം. മെല്ലെ എന്നിട്ടോ ഏതാവൻ യോഗ. ഇതാണ് യഥാർത്ഥത്തിൽ യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടെണ്ണത്തിനെ കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ പരമാത്മാവായിട്ടുള്ളതിൽ ഈ ജീവാത്മാവായിട്ടുള്ള ജീവനെ, അത് ജീവാത്മാൻ തെറ്റാണെന്നുള്ളത് അതിൽ ധാരണയിൽ നിന്ന് മാറ്റിയിട്ട് വീണ്ടും പരമാത്മാവിൽ യോജിപ്പിക്കുക. അതിനാണ് ഏതാവൻ യോഗ ആദിഷ്ടോ മച്ഛിഷ്യൈ സനകാദിവി സർവതോ മന ആകൃഷ്യ മയ്യദ്ധാവേശ്യതേ യഥാ. ഇങ്ങനെ എല്ലാ രീതിയിലും മനസ്സിനെ പുറത്തേക്ക് പോകുന്ന, മനസ്സിനെ ഇന്ദ്രിയങ്ങളിൽ നിന്ന്
വേർപെടുത്തിയിട്ട് എന്നിൽ അർപ്പിക്കുന്നതാണ് യോഗം എന്നുള്ളത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായിട്ടുള്ള സനകാദികൾക്ക് പണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ് ഭഗവാൻ. അപ്പോഴാണ് ഉദ്ധവൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് അങ്ങ് ഈ സനകാദികൾക്ക് അതായത് സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ ഇവരെല്ലാവരും ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ്. ഇവർക്ക് അങ്ങ് ഏത് രൂപത്തിൽ എപ്പോഴാണ് ഇത് പറഞ്ഞു കൊടുത്തത് അതൊന്ന് പറഞ്ഞു തരണേ എനിക്ക് എന്ന് ആ ഉദ്ധവൻ പറയുകയാണ്. അപ്പോഴാണ് ഭഗവാന്റെ ഹംസാവതാരത്തിനെ പറ്റി ഇവിടെ ഭഗവാൻ പറയുന്നത്. നോക്കൂ, ഒരു കാര്യം ഉദ്ധവ, പുത്രാ ഹിരണ്യഗർഭസ്യ മാനസാ സനകാദയ പപ്രച്ചു പിതരം സൂക്ഷ്മം യോഗസ്യൈകാന്തിയും ഗതിം. ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിച്ചപ്പോൾ എന്താണ്ടായത്? ആദ്യമായിട്ട് ഏത് ദിവസം രാവിലെ എണീച്ചാൽ ബ്രഹ്മാവ് സൃഷ്ടി നടത്തുമല്ലോ, നമ്മൾ എണീക്കും സൃഷ്ടി നടക്കും. അത് കഴിഞ്ഞാൽ ആ കൽപ്പം കഴിഞ്ഞാൽ ബ്രഹ്മാവ് കടന്നുറങ്ങും. ഇതെല്ലാം ഭഗവാനിൽ പോയി ലയിക്കും വീണ്ടും. അപ്പോൾ ഓരോ കൽപ്പത്തിൻ്റെയും ആരംഭത്തിൽ സൃഷ്ടി നടക്കും. ബ്രഹ്മാവ് ആദ്യം എന്താ സൃഷ്ടിക്കുക വെച്ചാൽ ഈ താമസ സൃഷ്ടിയാണ് ആദ്യം നടത്തുക. അതായത് മിഥ്യാഗ്രഹം, അതായത് തെറ്റായിട്ടുള്ള ധാരണ, മനസ്സിലായില്ലേ? അതായത് ശരീരമാണ്, അത് ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം വാസ്തവമാണ്, മിഥ്യയായിട്ടുള്ള വസ്തുക്കളെല്ലാം വാസ്തവമാണെന്നുള്ള തോന്നല. അത് പിന്നെയോ അതിനാണ് അവിദ്യ, അജ്ഞാനം എന്ന് പറയുക. പിന്നെ അത് കഴിഞ്ഞിട്ടോ അസ്മിമതി, അതിൽ ഉണ്ടായെന്ന് മനസ്സിലായി ഈ ഞാനാണ്, ശരീരമാണെന്നുള്ള ഭാവം. ഇത് രണ്ടുണ്ടായി. ഇത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും അതിനോട് രാഗം ഉണ്ടാവും, പിന്നെ കോപം, രോഗം കിട്ടാത്ത കാര്യം നടക്കാൻ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടന്നില്ലെങ്കിൽ കോപം ഉണ്ടാവും, അത് പിന്നീട് ഭയം. ഇങ്ങനെ ഇതെല്ലാം താമസത്തിൻ്റെ അംശങ്ങളാണ്. അതായത് ആ മിഥ്യാഗ്രഹ, അസ്മിമതി, രാഗ, വികോപ, ഭീതി ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ താമസത്തിനായപ്പോഴേക്കും ബ്രഹ്മാവിന് വളരെയധികം വിഷമായി. സൃഷ്ടി തുടങ്ങുമ്പോഴത്തേന് ഇങ്ങനെ ആയപ്പോഴേ വേഗം അദ്ദേഹം ഭഗവാനെ ധ്യാനിച്ചു. ഭഗവാന്റെ ആ ഭഗവത് ഭക്തി ധ്യാനിച്ചുകൊണ്ട് എന്തുണ്ടായി? മനസ്സ് ശുദ്ധമായിത്തീർന്നു. ആ മനസ്സിലുള്ള ഈ മാലിന്യങ്ങളെല്ലാം തീർന്ന് വിമലമായിട്ട് മനസ്സിൽ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായിട്ട് ഈ 4 പേരുണ്ടായി. അപ്പോൾ അതാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഭഗവാൻ നിവൃത്തിമാർഗം, ഇതെന്ന് പുറത്ത് വരണം, എന്നിട്ട് എന്നെ പ്രാപിക്കണമെന്നുള്ള മാർഗം ഉണ്ട് എന്നുള്ള രീതിയിൽ ഈ 4 പേരെ അപ്പം തന്നെ അവിടെ ഉണ്ടായി, സനകാദികൾ. അവരാണപ്പോൾ. അപ്പോൾ അത് പക്ഷേ ബ്രഹ്മാവിന് സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബ്രഹ്മാവേ. അപ്പോൾ ഇവിടെ ഇവരോട് പുത്രന്മാരോട് പറഞ്ഞു സൃഷ്ടി വർദ്ധിപ്പിക്കാൻ. അവർ കേട്ടില്ല. അവർ ഞങ്ങൾക്ക് ഭഗവത് വചനത്തിലാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവിന് കോപം വന്നിട്ടാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്ന് സാക്ഷാൽ പരമേശ്വരൻ, അഹങ്കാര സ്വരൂപിയായിട്ടുള്ള പരമേശ്വരൻ ഉണ്ടാവുക ചെയ്യാം. അവിടെ ഏതായാലും ഇപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ സനകാദികൾ അവിടെ ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഈ സനകാദികൾ ഇങ്ങനെ ഒരു ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ്. എപ്പോഴും എന്താണ് ദശാർദ്ധ വയസ്സാണ്, എപ്പോഴും 5 വയസ്സാണ്. കാരണം എന്താ വെച്ചാൽ അവർ ഈ സമാധിഭാവത്തിൽ ഇരിക്കുകൊണ്ട് അവർക്ക് കാലം അവരെ ബാധിക്കില്ല. എന്നാലോ ജ്ഞാനവൃദ്ധന്മാരാണ് അവർ ഒരിക്കൽ തങ്ങളുടെ പിതാവായിട്ടുള്ള ബ്രഹ്മാവിനോട് ചെന്ന് ഈ ഈ ഗുഹ്യമായിട്ടുള്ള രഹസ്യം ചോദിക്കുകയാണ്. അതായത് എന്താണ് അവർ ചോദിച്ചത്? ഗുണേഷു ആവിശതേ ചേതോ ഗുണാശ്ചേതസി ച പ്രഭോ കഥമന്യോന്യ സംത്യാഗോ മുമുക്ഷോരതിഥീർഷോ. ഇപ്പം എല്ലാവരും ഞങ്ങൾ എന്താണ് മുമുക്ഷുക്കൾ, മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്താ വേണ്ടത്? മനസ്സിനെ ഈ ഗുണങ്ങളിൽ നിന്ന് വേർപെടുത്തണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അതെങ്ങനെയാണ്? പക്ഷേ ഗുണേഷ് ഈ ഗുണങ്ങളിൽ നിന്ന് ഉണ്ടായതാണ് ഈ ചിത്തം. ചേതസ് എന്ന് പറഞ്ഞാൽ ചിത്തം എന്ന് പറഞ്ഞാൽ ഈ അന്ധകരണത്തിലെ 4 ഭാഗങ്ങളും ഗുണങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. എന്നാലും ഈ ഗുണങ്ങളെല്ലാം ഉണ്ടാവുന്നത് എവിടെയാണ്? ഈ ചിത്തത്തിൽ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാ വെച്ചാൽ വളരെയധികം ഇല്ലാതെ ഒരു ഊരാക്കൊടുക്കുക എന്നൊക്കെ പറയുക, വല്ലാത്തൊരു കെട്ടാണെന്ന് പറയുകയാണ്. ഈ കെട്ടിനെ എങ്ങനെ അല്ലേ കഥമന്യോന്യ സന്ധ്യാകും, എങ്ങനെ ഇത് വേർപെടുത്തിയിട്ട് ഈ ചിത്തത്തിനെ ഈ ഗുണങ്ങളിൽ നിന്ന് വേർപെടുത്തുക, അതാണ് അന്ന് പറഞ്ഞു തരണേ. മുമൂർഷോ, അതായത് ഇത് തരണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, മോക്ഷപ്രാപ്തി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതിനെന്താണ് ഒരു മാർഗം എന്നാണ് തങ്ങളുടെ അച്ഛനോട് ചോദിച്ചത്. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, ഏവം പൃഷ്ടോ മഹാദേവ സ്വയംഭൂർഭൂതഭാവന ധ്യായമാന പ്രശ്നബീജം നാഭ്യപദ്യത കർമ്മധീ. ബ്രഹ്മാവിന് ഇതിൻ്റെ ചോദ്യം ചോദിച്ചപ്പോഴേ ഇതിൻ്റെ ഉത്തരം ആലോചിച്ചിട്ട് കിട്ടിയില്ല ആ സമയത്ത് എന്ന്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ആ ഭാവത്തിലെത്തിയില്ല. അപ്പോൾ കർമ്മ എന്താണ് കർമ്മവിമൂഢനായിട്ട് അതേ രജോ ഗുണം വർദ്ധിച്ചൊരു സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭാവത്തിലുള്ള ആൾക്ക് മനസ്സിനെ എങ്ങനെയാണ് ഗുണങ്ങൾ വേർപെടുത്തുന്നത് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ബ്രഹ്മാവിന് പറയാൻ പറ്റിയില്ല എന്നാണ്. അപ്പോൾ വേഗം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം എന്നെ സ്മരിച്ചു. എപ്പോഴും ബ്രഹ്മാവ് അങ്ങനെ എന്തെങ്കിലും വിഷമം വന്നാൽ ഇനി വേറെ എന്തെങ്കിലും കൂടുതൽ പറയാം. അവിടെ എന്ത് വിഷമം വന്നാലും ബ്രഹ്മാവ് ഭഗവാനെ ധ്യാനിക്കും. ഭഗവാനെ ധ്യാനിച്ചപ്പോൾ മനസ്സിലായി ബ്രഹ്മാവിന് ഇതാണ്. വേഗം എന്ത് ചെയ്തു?
ഏവം ധ്യായമാന യസമാം അചിന്തയൽ ദേവ പ്രശ്നപാരതി. ഈ പ്രശ്നത്തിന് ഈ കുട്ടികൾ ചോദിച്ചുള്ള ഒരു ഉത്തരത്തിൻ്റെ ഇതുണ്ട്. മറുകര കിടക്കണ്ടേ? ആ താല്പര്യത്തോടു കൂടിയിട്ടാണ് തന്നെ അദ്ദേഹം ചോദിച്ചത്. തസ്യാഹം ഹംസരൂപേണ സകാശമഗമം തഥാ. ഞാൻ വളരെ ശോഭിക്കുന്ന പ്രകാശത്തോടു കൂടിയിട്ടുള്ള ഒരു ഹംസത്തിൻ്റെ അരയന്നത്തിൻ്റെ രൂപത്തിലാണ് ഞാൻ അവരുടെ മുമ്പിലെത്തിയത് എന്ന്. ഈ ഭഗവാൻ അവതാരം എടുക്കുമ്പോൾ ഓരോ സമയത്തുണ്ടല്ലോ അദ്ദേഹത്തിന് ഓരോ നിയമങ്ങളുടെ മത്സ്യാവതാര സമയത്ത് പരീക്ഷിച്ച് ചോദിക്കും, എന്താ ഈ ഭഗവാൻ ഇങ്ങനെ ഒരു മത്സ്യത്തിൻ്റെ രൂപത്തിൽ ചെന്ന് അവതരിക്കണം? ഒരു ഇതൊക്കെ ഇല്ലേ, ഒരു സ്റ്റാറ്റസൊക്കെ നോക്കണ്ടേ എന്നൊക്കെ ഞങ്ങളുടെ ആചാര്യം പറയാറുണ്ട്. അതുപോലെയാണ് ഉച്ചനീചത്വം എന്നുള്ളത് ഭഗവാനില്ലേ. ഭഗവാന്റെ അവതാര ഉദ്ദേശം എന്താണ്? ധർമ്മത്തിനെ രക്ഷിക്കുക, സത്തുക്കളെ രക്ഷിക്കുക, അതുമാതിരി പാവങ്ങളെ എല്ലാവരും ഗുണങ്ങൾ ഇതില്ലേ അതിനെ കൊണ്ടുവരുന്ന ധർമ്മം പാലിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഉദ്ദേശം. അതിനു വേണ്ടി ഏത് യോനിയിൽ ജനിക്കാനും ഭഗവാൻ വിരോധമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ ഗുണങ്ങളെ എങ്ങനെ ഈ മനസ്സിൽ നിന്ന് വേർപെടുത്തണം എന്നാണ്. അപ്പോൾ ഈ മനസ്സിലുള്ള അപ്പോൾ ഇതിന് ഏത് ഭാവത്തിലിരുന്നാൽ മാത്രമേ പറ്റൂ? ആ ഗുണങ്ങൾക്കൊക്കെ മീതുള്ള യഥാർത്ഥത്തിലുള്ള താൻ ആരാണ് എന്നുള്ള ഭാവത്തിലിരുന്നാൽ കൊണ്ട് മാത്രമേ ഗുണങ്ങളെ മനസ്സിൽ നിന്ന് വേർപെടുത്താൻ കഴിയൂ. അതിനെ പറ്റിയുള്ള ആരാണ് താൻ? അഹം, സോഹം, സോഹം എന്നുള്ള ആ ഭാവത്തിൽ നിന്നുകൂടെ പറയൂ. ആ സോഹം എന്നുള്ള തന്നെയാണ് അഹം സ. ഹംസ എന്ന് പറഞ്ഞാൽ എന്താണ്? അഹം സ തന്നെയാണ് സോഹം. ഞാൻ അതാണെന്നുള്ള അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ ഭാവത്തിൽ ഇരുന്നു കൊണ്ട് മാത്രമേ അതാണ് ഹംസത്തിൻ്റെ രൂപത്തിലാണ് ഇവിടെ ഭഗവാൻ അവതരിച്ചത്. പിന്നെ ഹംസത്തിന് വേറൊരു ഗുണമുണ്ട്. ഹംസത്തിന് വിവേകത്തിൻ്റെ നിത്യാനിത്യ വിവേകം എന്നൊക്കെ പറയും. അതായത് ഏതാണ് യഥാർത്ഥത്തിലുള്ള പരമാർത്ഥ വസ്തു എന്നറിയാനുള്ള കഴിവ്. അത് ഹംസത്തിന് പാലും വെള്ളം കൂടി വെച്ച് ചോദിച്ചാൽ പാല് മാത്രം കുടിക്കത്ര വെള്ളത്തിന് അത്ര കഴിവുള്ളത്. ആ ഗുണം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഭഗവാൻ ഹംസായിട്ട് വന്നത്. എന്നിട്ട് എന്താണ് പറയണത്? ദൃഷ്ട്വാമം. അപ്പോൾ വേഗം ഭഗവാൻ മുമ്പിൽ എത്തിയിട്ടുണ്ടല്ലോ. ഹംസരൂപിയുള്ള ഭഗവാനെ കണ്ടപ്പോൾ ബ്രഹ്മാവിനെ മുൻനിർത്തിയിട്ട് ഈ സനകാദികൾ ഭഗവാനെ ഉദ്ദേശിച്ചുകൊണ്ട് ചോദിച്ചു, ഭഗവാൻ ആരാണ് ചോദിച്ചു. ദൃഷ്ട്വാമം തഥ ഉപവ്രജ്യ കൃത്വ. കാലിൽ വീണ് നമസ്കരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടോ വളരെയധികം ഭക്തിയോട് കൂടിയിട്ട് എന്നോട് ചോദിച്ചു, അങ്ങ് ആരാണ് എന്ന് ചോദിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ഇത്യഹം മുനിവിപൃഷ്ട തത്വജിജ്ഞാസു. അവർ അറിയാൻ വേണ്ടിയിട്ട് ജിജ്ഞാസുള്ള കുട്ടികൾ അവരാണ് ചോദിച്ചത്. അവർ മനസ്സിലാക്കിയിട്ട് ഞാനെന്ത് ചെയ്തു, ഞാൻ എങ്ങനെയാണ് അവർക്ക് അതിന് മറുപടി കൊടുത്തത് എന്നുള്ളത് ഞാൻ പറയാൻ കേട്ടോളൂ ഉദ്ധവ എന്ന് പറയുകയാണ് ഭഗവാൻ. ആദ്യമായിട്ട് ഭഗവാൻ എന്താ ചെയ്ത്? അവർ ആ ചോദ്യത്തിനെ തന്നെ ഖണ്ഡിച്ചുകൊണ്ട് അവിടുന്നാണ് തടഞ്ഞത്. എന്താണ്? യഥവോ വസ്തുനോ യജ്ഞ നാനാത്വം ആത്മന പ്രശ്ന ഈദൃശ കഥം ഘടേതവോ വിപ്ര വക്തുർവാമേക ആശ്രയ. നിങ്ങൾ ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണന്മാരാണ്, അറിയാം, നല്ലോ ബ്രഹ്മജ്ഞന്മാരാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം വസ്തു പ്രപഞ്ചത്തിൽ ഏതേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ, ആത്മാവ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരേ ആത്മാവ് മാത്രമുള്ളപ്പോൾ ഈ അങ്ങ് ആരാണ് എന്നുള്ള ഈ ചോദ്യം, ഈ ഞാൻ അങ്ങനെ ഒന്ന് ഞാൻ നീ രണ്ട് ഭാവം ഉണ്ടുമ്പോഴല്ലേ ഈ ചോദ്യത്തിൽ, അല്ലെങ്കിൽ നാനാത്വം ഉണ്ടുമ്പോഴേ ഈ ചോദ്യത്തിന് ഇതിലിപ്പോൾ ഈ അങ്ങ് ആരാണെന്നുള്ള ചോദ്യം ആത്മാവിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ആത്മാവ് ഒന്നേ ഉള്ളൂ എന്നുള്ളതെങ്കിൽ അത് എവിടെയാണ് യോജിക്കുക ചോദിക്കുകയാണ്. അതാണ് കഥം ഘടേതവോ വിപ്ര വക്തുർവാമേക ആശ്രയ. ഒരേതായിട്ട് ആത്മാവ് മാത്രമേ ഉള്ളൂ വെച്ചാൽ ഈ ചോദ്യം യോജിക്കില്ല എന്ന് പറയുകയാണ്. ഇനി ശരീരത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിലും പഞ്ചാത്മകേഷു ഭൂതേഷു സമാനേഷു ച വസ്തുത. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ആലോചിച്ച് നോക്കിയാൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് അല്ലേ? അങ്ങനെയാണ് പറയുന്നത്. പഞ്ചഭൂതാത്മകമാണ് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും. അപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ വസ്തുക്കളെല്ലാം പഞ്ചഭൂത നിർമ്മിതമാണ്. അപ്പോൾ അതിനൊരു വ്യത്യാസം, വേറെ ഭേദം കാണാനില്ല, അതും ഒന്ന് തന്നെയല്ലേ. അപ്പോൾ നീ ഈ രൂപം നാമവും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതെന്താ ചെയ്യുക? അത് വീണ്ടും വീണ്ടും അനർത്ഥം ഉണ്ടാക്കുകയല്ലേ ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. പിന്നെയോ ആലോചിച്ച് നോക്കൂ. മനസാ വചസാ ദൃഷ്ട്യാ ഗൃഹ്യത അന്യൈരവീന്ദ്രിയൈ അഹമേവ ചമത്തോന്യൽ ഇതി ബുദ്ധ്യദ്വമഞ്ജസ. ഒരു കാര്യം മനസ്സിലായിക്കോളൂ. നിങ്ങൾ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കണ്ണുകളെ കൊണ്ടോ അതുമാതിരി ശ്രോത്രങ്ങളെ കൊണ്ടോ മറ്റുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾ മനസ്സിൽ ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വസ്തുക്കളെല്ലാം യഥാർത്ഥത്തിൽ ആത്മാവായിട്ടുള്ള ഞാൻ തന്നെയാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇനി അഹമേവ ചമത്ത. അപ്പോൾ മനസ്സിലായില്ലേ ഒരു അവരുടെ ആ ചോദ്യത്തിൻ്റെ തെറ്റാണ് മനസ്സിലാക്കി. ഞാനും നിങ്ങളൊന്നുമല്ല, ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായിട്ടുണ്ടലാണ് ഇതെല്ലാം എന്ന് പറയുകയാണ്. അതില്ല, ഒന്നേ ഉള്ളൂ എന്നുള്ള ബോധം ഉറച്ചു നിൽക്കണം എന്ന് പറയുകയാണ്. ഇനി എന്താണ് ഇവരുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ്. ഗുണേഷു ആവിശതേ ചേതോ ഗുണാശ്ചേതസി ച പ്രജ ജീവസ്യ ദേഹ ഉഭയം ഗുണാശ്ചേതോ മതാത്മന. ആലോചിച്ച് നോക്കിയാൽ ഈ ഗുണേഷു
ഗുണങ്ങൾ ചിത്തത്തിലെ ചേതസ്സിൽ നിറയും, അതുമാതിരി ചേതസ്സിൽ ഗുണങ്ങളും വന്ന് നിറയും. ഇതിൽ ഗുണങ്ങളും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം സംഘാതം കൊണ്ട് ഉണ്ടായിരിക്കുമ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവൻ, എൻ്റെ ആത്മാവിൻ്റെ അംശം, ആ ജീവനുണ്ടല്ലോ, ആ ജീവൻ്റെ ഒരു ഉപാധി മാത്രമാണ് ഇതായിട്ട് തീരുകയാണെന്ന് പറയുകയാണ്. ദേഹ അത് ഉണ്ടാവുന്നത് ആ ഗുണേഷു ജീവസ്യ ദേഹ ഉഭയം ഗുണാശ്ചേതോ മതാത്മന. എൻ്റെ തന്നെ ആത്മഭാവത്തിലുള്ള ജീവന് ഇതൊരു ഉപാധി മാത്രമായിട്ട് വരികയാണ്. ഈ ഗുണങ്ങളും ഈ അതുമാതിരി ഈ ചേതസ് എന്നുള്ള മനസ്സും കൂടി ചേരുന്ന സമയത്ത് പറയുകയാണ്. ഗുണേഷു ചാവിശൽ ചിത്തം അഭീക്ഷണം ഗുണസേവയാ ഗുണാശ്ച ചിത്തപ്രഭവ മദ്രൂപ ഉഭയം ത്യജേൽ. അപ്പോൾ എന്താ വേണ്ടത്? ഈ ഗുണങ്ങൾ എത്രത്തോളം കാലം ഈ ചിത്തത്തിൽ ഇരുന്നും കൊണ്ടിരിക്കണോ അതെത്രത്തോളം ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അത് വർദ്ധിച്ചിരിക്കുമ്പോൾ ചിത്തങ്ങൾ ഗുണത്തിലും അത് അങ്ങോട്ടും മുഴുകിയിട്ട് എന്താ ചെയ്യുക? ഇതിങ്ങനെ സംസാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട്? ഉഭയം ത്യജേൽ. അത് രണ്ടിനെയും ത്യജിക്കണം എന്ന് പറയുക. രണ്ടിനെയും ത്യജിക്കുക എങ്ങനെ ത്യജിക്കാൻ പറ്റൂ? ഈ ജീവന് താൻ ഈ ശരീരമല്ല എന്നുള്ള ബോധത്തോട് വന്നിട്ട് താൻ ആത്മാവാണെന്നുള്ള ഭാവത്തിൽ ഇരുന്നും കൊണ്ട് ഇത് രണ്ടിനും ഞാൻ ഇതിൽ ഉള്ളതുകൊണ്ട് എൻ്റെ ഒരു എന്താ പറയുക പ്രതിബിംബമായിട്ട് മാത്രം ഇതിൽ വന്നേ ഉള്ളൂ, ഉപാധിയാണിത് എനിക്ക്, ഇത് ഞാനല്ല എന്നുള്ള ഭാവത്തിൽ ഇരുന്നുകൊണ്ട് ഈ രണ്ടിനെയും ത്യജിക്കാൻ ശ്രമിക്കണം എന്ന് പറയുകയാണ്. അതെങ്ങനെയാണ്? പല രീതിയിൽ പറയുകയാണ്. ആദ്യം ജാഗ്ര സ്വപ്ന സുഷുപ്തം ച ഗുണതോ ബുദ്ധിവൃത്തയം താസാം വിലക്ഷണോ ജീവ സാക്ഷിത്വേന വിനിശ്ചിത. ഇതൊക്കെയാണ് ആ വിവേകം എന്ന് പറഞ്ഞാൽ ആ ചിന്തിച്ചുണ്ടാക്കുന്ന 3 അവസ്തുക്കളിൽ കൂടെയാണ് ഒരു ശരീരം കടന്നു പോകുന്നത്. അതായത് ഉണർന്നിരിക്കുന്ന സമയം ജാഗ്രത എന്ന് പറയും, പിന്നെയോ സ്വപ്നം, അതുമാതിരി സുഷുപ്തി. ഈ 3 സമയത്തും ഗുണങ്ങളുള്ളതുകൊണ്ടാണ് ഈ ജീവനത്തിനാണ്. അതായത് നല്ല സത്വഗുണ സമയത്ത് എങ്ങനെയാണ് ജാഗ്രത? എല്ലാം ഇന്ദ്രിയങ്ങൾ ഈ ഉണർന്നിരിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുക? നമ്മുടെ സ്ഥൂല ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കും, മനസ്സും പ്രവർത്തിക്കും, അതിൻ്റെ പിന്നിലുള്ള ജീവൻ. ഇത് 3 പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ ഉണർന്നിരിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കണം. സ്വപ്ന സമയത്ത് എന്താ ഉണ്ടാവുക? സ്വപ്ന സമയത്ത് ഈ നമ്മൾ കടന്നുറങ്ങുമ്പോൾ ശരീരം കടന്നുറങ്ങുകയാണ് ചെയ്യണത്. എന്നാലോ മനസ്സും അതിൻ്റെ കൂടെയുള്ള ഈ ഇന്ദ്രിയങ്ങളും ഉറങ്ങുന്നില്ല. അതുകൊണ്ടാണ് മനസ്സ് വീണ്ടും സങ്കല്പവും വികല്പവും നടത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് സ്വപ്നങ്ങൾ പലതും കാണും. അങ്ങനെ അതാണ് ആ സ്വപ്നാവസ്ഥ. ഇനി അത് കഴിഞ്ഞിട്ടോ സുഷുപ്തം, നല്ലതായിട്ട് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എന്താണ്? മനസ്സും ഉറങ്ങി, ഇന്ദ്രിയങ്ങൾ ഉറങ്ങി, എല്ലാവരും ഉറങ്ങി. അപ്പോഴോ ആ ശരീരം പണ്ടേ ഉറങ്ങുകയാണേനും എന്നാലും ഒരാൾ ഉറങ്ങാണ്ടിരിക്കേണ്ടതെന്ന് പറയുകയാണ്. കാരണം എന്താണ്? ഉണർന്നു കഴിഞ്ഞു വെച്ചാൽ ഇതിനൊരു തുടർച്ച ഉണ്ട്. ഉണർന്നു കഴിഞ്ഞിട്ട് പറഞ്ഞില്ലേ നല്ല രാത്രി സുഖമായിട്ട് ഉറങ്ങി. ആരാ ഈ സുഖമായിട്ട് ഉറങ്ങിയത്? അത് ആ സാക്ഷിയായിട്ടിരിക്കുക. അതാണ് എന്താണ്? ജാഗ്രത സ്വപ്ന സുഷുപ്തം ച ഗുണതോ ബുദ്ധിവൃത്തയ താസാം വിലക്ഷണോ ജീവ സാക്ഷിത്വേന. ഇതിനെല്ലാം ഈ 3 ഭാവങ്ങൾക്കും സാക്ഷിയായി കൊണ്ടിരിക്കുന്ന അതിൽ ജീവൻ, അതാണ് താൻ ഓർപ്പിക്കണമെന്ന് പറയുകയാണ്. യഹി സംസൃതി ബന്ധോയം ആത്മനോ ഗുണവൃത്തിത മയി തുര്യേ സ്ഥിതോ ജഹ്യൽ ത്യാഗസ്ഥൽ ഗുണചേതസം. ഇങ്ങനെ ഈ ജീവാത്മാവിന് ഇതിനോട് ബന്ധം വന്നുകൊണ്ടാണ് സംസാരം ഉണ്ടാവുന്നത്. അതിൽ നിന്ന് മോചനം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 3ാമത്തെ 4ാമത്തെ തുര്യ അവസ്ഥ. അതായത് സ്വപ്നത്തിനും ജാഗ്രത്തിനും സുഷുപ്തിക്കും എപ്പോഴും മീതെയിരിക്കുന്ന തുരീയാവസ്ഥയിലിരിക്കുന്ന ആ ആത്മാവുണ്ടല്ലോ, അതിൽ മനസ്സിനെ താൻ അതാണെന്നുള്ള ആ ഭാവത്തിൽ ഇരുന്നും കൊണ്ട് വേണം എന്ത് ചെയ്യാൻ? ഇതിനെ മെല്ലെ വിചിന്തനം ചെയ്ത് ഇതിൽ നിന്ന് പുറത്തു വരാമെന്ന് പറയുകയാണ്. ഇതെന്താണ് ഉണ്ടായത്? അഹങ്കാരകൃതം ബന്ധം ആത്മനോ അർത്ഥവിപര്യം. ഈ ശരീരത്തിൽ താനാണ് ഈ ശരീരം എന്ന് ജീവന് ഉണ്ടായിട്ടുള്ള ഈ അഹങ്കാരം കൊണ്ടാണ് ഈ ബന്ധം ആത്മനോ അർത്ഥയാ ബന്ധം, ഈ ശരീരമായിട്ടുള്ള ബന്ധം, അതായത് ശരീരം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും താനാണ് ചെയ്യണമെന്ന് വരുമ്പോൾ എന്തുണ്ടാവും? ആ കർമ്മങ്ങൾക്കെല്ലാം കർത്താവായിട്ടും ഭോക്താവായിട്ടും താൻ മാറി. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെയുള്ള ഫലങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ കർമ്മവാസങ്ങൾ അങ്ങനെ വന്ന് ചിത്തത്തിൽ വന്ന് നിറഞ്ഞു. അതങ്ങനെ വീണ്ടും സംസാരം വർദ്ധിച്ച് അതങ്ങനെ ബന്ധം എന്ന് പറഞ്ഞാൽ ബന്ധനോ അർത്ഥവിപരീതമായിട്ട് വേണ്ടതിലുള്ള രീതിയിലുള്ളതായ വിപരീത അർത്ഥങ്ങൾ വന്നുകൊണ്ട് അതിലങ്ങനെ മുഴുകിക്കഴിയാണെന്ന് പറയുകയാണ്. എന്നിട്ടോ വിദ്വാൻ നിർവിദ്യ സംസാര ചിന്താം തുര്യേ സ്ഥിതസ്ഥ്യജയിൽ. അങ്ങനെ അപ്പോൾ അറിയുന്ന ആളത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? ഈ സംസാരത്തിനോട് നിർവേദം വരണം. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളോടും മെല്ലെ വൈരാഗ്യം, വിരക്തി വേണം. അതായത് എന്താണ് ഇവിടെ നടക്കുന്നത്? ഇന്ദ്രിയാർത്ഥങ്ങളായിട്ടുള്ള വിഷയങ്ങളായിട്ട് തമ്മിൽ ചേരുന്നത് മാത്രമേ ഇത് തന്നെ ബാധിക്കുന്നതല്ല എന്ന് സ്വയം വിമർശനം ചെയ്തങ്ങനെ വരുത്തി ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? നിർവിദ്യ സംസാരചിന്താം. ആ സംസാരചിന്ത തുര്യസ്ഥിത, അതായത് താൻ ഈ സംസാരത്തെ ജീവനല്ല, താൻ ആത്മാവാണെന്നുള്ള ആ ഭാവത്തിൽ മനസ്സിനെ ഉറപ്പിച്ചിരുത്തിയും കൊണ്ട് മെല്ലെ ഈ ചിന്തയെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കണം എന്ന് പറയുകയാണ്.
വിദ്വാൻ നിർവിദ്യ സംസാരചിന്താം തുര്യേ സ്ഥിതത്യജിൽ യാവൻ നാനാർത്ഥതീ പുംസോ ന നിവർത്തേത യുക്തിഭി ജാഗൃത്യവി സ്വപൻ അജ്ഞ സ്വപ്നേ ജാഗരണം യഥാ. ഈ ഇങ്ങനെയുള്ള നാനാർത്ഥതി, അതായത് പലതായിട്ട് കാണുന്ന ഈ പ്രപഞ്ചം മുഴുവൻ ഇതാണ് വാസ്തവമെന്ന് എത്രത്തോളം കാലം ഒരു മനുഷ്യൻ ചിന്തിച്ച് ഇരിക്കണോ എന്ന് മാത്രമല്ല, അതിൽ നിന്ന് യുക്തികളെ കൊണ്ട് ഉള്ളിലേക്ക് പുറത്ത് വരുന്നില്ല, അത്രത്തോളം കാലം ജാഗൃത്യവി സ്വപൻ അജ്ഞ സ്വപ്നേ ജാഗരണം യഥാ. അതായത് നമ്മളിപ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണം, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? അത് സ്വപ്നമാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ആ സമയത്ത് സ്വപ്നം അനുഭവിക്കുക തന്നെ ചെയ്യും ഇല്ലേ? ഉണർന്ന് കഴിയുമ്പോഴാണ് അത് സ്വപ്നമാണെന്ന് മനസ്സിലാവുക. അയ്യോ സ്വപ്നമായിരുന്നു അല്ലേ എന്ന് പറഞ്ഞിട്ട് ആ പരിഭ്രമം മാറും. അല്ലെങ്കിൽ നമ്മുടെ തല ആരെങ്കിലും വെട്ടുക എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറക്കം ചിലപ്പോൾ പേടിച്ച് ഉറക്കം കരിയൊക്കെ ചെയ്യും. സ്വപ്നം കാണുന്ന സമയത്ത് ഉണർന്ന് കഴിയുമ്പോഴാണ് സ്വപ്നമാണ് തോന്നുക. അതെപ്പോഴാണ്ടായത്? ഉണർന്ന് കഴിഞ്ഞ സമയത്ത് എന്തുണ്ടായി? അത് സ്വപ്നമാണ്, മനസ്സിൻ്റെ സങ്കല്പങ്ങളെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാലോ ഇതേ ഭാവം നമ്മൾ ആത്മഭാവത്തിൽ എത്തിക്കഴിഞ്ഞു വെച്ചാൽ ഈ കാണുന്ന ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഇരിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഇതൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം സ്വപ്നമാണ്, ഇതൊന്നും യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണെന്ന് ആ ഭാവത്തിൽ ഇരുന്ന് എത്തിക്കഴിഞ്ഞു വെച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അത് എത്തുന്നവരെന്താണ്? നമ്മളിത് സ്വപ്നഭാവത്തിലാണെങ്കിൽ കൂടിയിട്ട് ഇത് യഥാർത്ഥമാണെന്നുള്ള ഭാവത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറയാൻ പറ്റില്ല, നമ്മൾ സ്വയം ആലോചിച്ച് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയാണ്. അതാണ് ജാഗൃത്യവി സ്വപൻ അജ്ഞ. ആ യഥാർത്ഥത്തിലുള്ള തത്വം അറിയാത്തോളത്തോളം അജ്ഞനായി ഇരിക്കുന്നോളം കാലം സ്വപ്നേ ജാഗരണം. സ്വപ്നത്തിൽ ഏതുമാതിരി ഉണർന്നിരിക്കണമാതിരി ഇരിക്കണോ അതുമാതിരി ഇപ്പോഴും നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വപ്നത്തിലാണ് നമ്മളിതിങ്ങനെ ഉണർന്നിരിക്കുക എന്നുള്ള അവസ്ഥയിൽ തുടരണോ എന്ന് പറയുകയാണ്. ഇനി എങ്ങനെയാണ്? യോ ജാഗരേ അനുക്ഷണധർമ്മിണോ അർത്ഥാൻ ഭുങ്ക്തേ സമസ്ത. ഇനി ആരാണ് ആത്മാജീവനായിട്ട് താൻ ഞാൻ എന്ന് പറയണില്ലേ? ഞാൻ ആരാണെന്ന് ഇങ്ങനെ ചിന്തിക്കണം. യോ ജാഗരേ ബഹിരനുക്ഷണധർമ്മിണോർത്ഥൻ ഭുങ്ക്തേ. അതായത് ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ പുറത്തുള്ള വസ്തുക്കളെല്ലാം മനസ്സ് പുറത്തേക്ക് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്ത് പോയിട്ട് ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിച്ചിട്ടെല്ലാം കാണുന്നുണ്ട്. ഇതെല്ലാം കാണുന്നതെല്ലാം കണ്ടുകൊണ്ട് സാക്ഷിയായിട്ട് ഉണർന്നിരിക്കുന്ന സമയത്തും സാക്ഷിയായിട്ട് ഒരാൾ ഇരിക്കേണ്ടതെന്നർത്ഥം. അതാണ് അതിന് യോ ജാഗരേ ബഹിരനുക്ഷണധർമ്മിണോർത്ഥാൻ ഭുങ്ക്തേ അനുഭവിക്കുന്നുണ്ട്. പിന്നെയോ സമസ്ത കരണൈർഹൃതി തൽസദൃക്ഷൻ. അതൊക്കെ അതാത് സമയത്ത് ആ ഇന്ദ്രിയങ്ങളെ കൊണ്ടുവരുന്ന സമയത്ത് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറയുകയാണ്. പിന്നെയോ സ്വപ്നേ സുഷുപ്ത. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മനസ്സിൻ്റെ പ്രക്ഷോഭങ്ങളായിട്ടുള്ളതില്ലേ, അതിനെയും സാക്ഷിയായി കൊണ്ടൊരു ജീവൻ കണ്ടുകൊണ്ടിരിക്കേണ്ടതെന്ന് പറയുകയാണ്. സുഷുപ്ത ഉപസംഹരതേ സ ഏക സ്മൃത്യന്വയാൽ ത്രിഗുണവൃത്തി ദൃഗിന്ദ്രിയേശ. ഇങ്ങനെ ഇതെല്ലാം ഉറങ്ങിപ്പോണ സമയത്ത്, മനസ്സ് ഉറങ്ങുന്ന സമയത്ത് അപ്പോഴും സാക്ഷിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ മൂന്ന് ഭാവത്തിലും ഇരിക്കുന്ന ആ തത്വം ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? ത്രിഗുണവൃത്തി ദൃഗിന്ദ്രിയേശ. അതാണ് ഇന്ദ്രിയങ്ങൾക്കെല്ലാം അധീശനായിട്ട് ഇരിക്കുന്ന ഈശ്വരനാണ്, അതാണ് താൻ എന്നുള്ള ആ ഭാവത്തിൽ എത്തണം എന്ന് പറയുകയാണ്. അർക്കാനലാദി വെളിവയ്ക്ക് ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിടുന്ന പൊരുൾ താനെന്നുറക്കുക. അതിനും കണ്ണായിട്ടിരിക്കുന്ന, അതായത് ഏറ്റവും അതില്ലേ ദ്രഷ്ടാവായിട്ടിരിക്കുന്ന ആൾ, ആ സ്വതൃക്ക് എന്നാണ് പറയുക. അതായത് വേറൊന്നുമില്ല, താൻ തന്നെ തന്നിലുള്ളതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ നോട്ടത്തിലുള്ള ആൾ, അത് താനെ നിത്യയെന്ന് പറയും. അപ്പം ഉണ്ടാകുന്ന ആനന്ദം, അതാണ് യഥാർത്ഥത്തിൽ ആനന്ദം എന്ന് തുഞ്ചത്ത് എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് മൃത്യന്വയാൽ ത്രിഗുണവൃത്രിദൃഗിന്ദ്രിയേ നട്ടോ ഏവം വിമൃശ്യ ഗുണസോ മനസ്. ഇങ്ങനെ മനസ്സുകൊണ്ട് നമ്മൾ മെല്ലെ മെല്ലെ വിമർശനം ചെയ്തിട്ട് മനസ്സിൻ്റെ മൂന്ന് അവസ്ഥകളാണ്. എന്താണ്? ഈ ഉറങ്ങിയിരിക്കുന്ന സമയത്തും ഉണർന്നിരിക്കുന്ന സമയത്തും സ്വപ്നം കാണുന്ന സമയത്തൊക്കെ ഇതൊന്നും യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്, ഇതെല്ലാം മനസ്സിൻ്റെ സങ്കല്പങ്ങളാണെന്ന് ഉറപ്പിക്കണമെന്ന് പറയുകയാണ്. ഏവം വിമർശ്യ ഗുണതോ മനസ്സ്. ഈ മൂന്ന് ഗുണങ്ങളെ കൊണ്ട്, സത്വഗുണം സമയത്താണ് ജാഗ്രത അവസ്ഥ വരിക, രജോ ഗുണം കൊണ്ട് സ്വപ്നങ്ങൾ കാണും, തമോ ഗുണം കൊണ്ട് മനസ്സിൽ തമോ ഗുണം വധിക്കുമ്പോൾ ഉറക്കം ഉണ്ടാവും. ഇത് മനസ്സിലാക്കിയിട്ട് മനസ്സിൻ്റെ അവസ്ഥ മന്മായയാമയീകൃത. ഇതെല്ലാം ആ ഭഗവാന്റെ മായ കൊണ്ടുണ്ടായിട്ടുള്ളതാണെന്ന് ഉറപ്പിച്ച, മായയിൽ എന്ന് പറഞ്ഞാൽ മായയുടെ അംശങ്ങളായിട്ടുള്ള ഈ മൂന്ന് ഗുണങ്ങളെ കൊണ്ടുണ്ടായതാണെന്ന് ഉറപ്പിച്ചിട്ട് മയീകൃത ഇതി നിശ്ചിതാർത്ഥം ഉറപ്പിച്ചിട്ട് ഇനി താൻ ഇതിലൊന്നും ബന്ധമില്ലാത്ത ആത്മാവാണത് ബോധ്യം വരുന്നവരെയാണ് കേട്ടോ. എന്തു ചെയ്യണം? സഞ്ചിദ്യ ഹാർദം അനുമാനം സദുക്രി തീക്ഷ്ണജ്ഞാസ്നാസിനാഭജത മാഹില സംശയാദിം. എന്നിട്ട്
ഈ ഉറപ്പ് വന്നു കഴിഞ്ഞു വെച്ചാൽ പിന്നെ ജ്ഞാനാസിന, അശുദ്ധമായ ജ്ഞാനം വന്നു. ആ ജ്ഞാനം ആവുന്ന വാള് കൊണ്ട് ഈ സംശയഗ്രന്ഥികളൊക്കെ ഇല്ലേ, താൻ ശരീരമാണെന്ന് ധാരണകൾ ഇതെല്ലാം മുറിച്ച് കളയണമെന്ന് പറയുകയാണ്. അത് അപ്പോൾ എന്താണ്? ആർദ്ദം അനുമാന ഹൃദയത്തിലുണ്ടാവുന്നതാണ്. അനുമാന സദുക്തി, അതായത് സദുക്തികൾ. ഇതെങ്ങനെ ഇത് മനസ്സിലാവുക? പണ്ടുള്ള ആൾക്കാർക്ക് ഇത് അനുഭവത്തിൽ വന്നിട്ടുള്ള ആൾക്കാർ, സത്തുക്കളായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരുടെ പിന്നാലെ പോയി സേവിച്ചു കൊണ്ടിരുന്നു വെച്ചാൽ ആ തത്വം നമുക്ക് മനസ്സിലാവും. പിന്നെയോ അനുമാനം കൊണ്ട് വേണമെങ്കിൽ ചിന്തിക്കാമെന്ന് പറയുകയാണ്. അനുമാനം കൊണ്ട് എങ്ങനെ ഇത് പറഞ്ഞില്ലേ, ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കയ്യും കാലും ഇതൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. അപ്പോഴും കൂടെ മനസ്സുണ്ട് എന്ന് ബോധ്യമായി ഇല്ലേ, മനസ്സുണ്ടായി. എന്നാലോ ഇനി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഈ ശരീരം കൊണ്ടല്ല പ്രവർത്തിക്കണത്, എന്നാലും പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ എന്താ പ്രവർത്തിക്കണത്? മനസ്സാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ മനസ്സിലുള്ള സങ്കല്പങ്ങളാണ് സ്വപ്നത്തിലുള്ളത് മാതിരി. അപ്പോൾ ആ മനസ്സിലുള്ള സങ്കല്പങ്ങൾ ഏതുമാതിരി സ്വപ്നത്തിലുണ്ടോ അതേമാതിരി തന്നെ ഉണർന്നിരിക്കുമ്പോഴും ഈ ഇതെല്ലാം മനസ്സിൻ്റെ സങ്കല്പങ്ങളാണ്. മനസ്സിൽ സത്വഗുണം വർദ്ധിച്ചുകൊണ്ടാണ് ഈ ഉണർന്നുള്ള ഭാവം എന്ന് മനസ്സിലായി. മനസ്സ് ഉറങ്ങുന്ന സമയത്തോ ഇതൊന്നും ഇല്ലേനും. അപ്പോൾ അതെല്ലാം ഈ കാണുന്നതെല്ലാം മനസ്സിൽ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്ന അത് ഉറപ്പിക്കണം എന്ന് പറയാൻ. അതാണ് അനുമാനം കൊണ്ടും അത് ഉറപ്പിക്കുക. എന്നിട്ടോ സത്തുക്കളുടെ വാക്കുകളെ കൊണ്ട് ഉറച്ചിട്ട് ആ ജ്ഞാനമാകുന്ന ആ വാളുകൊണ്ട് ഈ സംശയങ്ങളെല്ലാം തീർത്തിട്ട് എന്നെ ഭജിക്കാൻ പറയുകയാണ് ഭഗവാൻ. ഈ ക്ഷേത ഇനി അത് വേറെ രീതിയിൽ പറയുകയാണ്. ഇതെല്ലാം മനസ്സിൻ്റെ ചലനങ്ങളാണെന്ന് പറഞ്ഞില്ല, അത് പറയുകയാണ്. ഈ ക്ഷേത വിഭ്രമമിതം മനസോ വിലാസം ദൃഷ്ടം വിനഷ്ടം അതിലോലമലാതചക്രം വിജ്ഞാനമേകം ഉരുദേവ വിഭാതി മായാ സ്വപ്നസ്ത്രിത ഗുണവിസർഗകൃതോ വികൽപ്പ. ഈ കാണുന്ന എല്ലാ വിഭ്രമങ്ങളും മനസ്സിൻ്റെ വിഭ്രമങ്ങളാണെന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ മനസ്സിലാക്കുക? അതിന് ഉദാഹരണം പറയുക വെച്ചാൽ നമ്മളിതില്ലേ ഒരു രാത്രി നേരത്തെ ഒരു ചൂട്ട് കത്തിച്ച് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ വട്ടം ചുറ്റി എന്താണ്ടാവുക, ഒരു ചക്രം മാതിരി ഇങ്ങനെ തോന്നും അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മാറുമ്പോൾ. അല്ലാണ്ട് നമ്മൾ പടക്കം പൊടിക്കണമെന്ന് കമ്പിത്തിരിയോ അതൊക്കെ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരുന്ന ഒരു വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതെന്താണ്, ഒരേ തരത്തിലുള്ള ചിത്രങ്ങളിങ്ങനെ മാറി മാറി ഒന്നിച്ച് ചേർക്കുമ്പോൾ മനസ്സിൽ അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവുകയാണ്. അപ്പോൾ ആ തുടർച്ചയോട് കൂടിയിട്ട് നമുക്ക് ആ ഒന്നെന്നുള്ള ഭാവം, ആ വട്ടത്തിലുള്ള ഭാവം തോന്നുന്നത് അതുമാതിരിയുള്ള മനസ്സിൻ്റെ സങ്കല്പം. അതാണ് അലാതചക്രം വിനഷ്ടം അതിലോലം അലാതെ എന്ന് വളരെ ഇതായിട്ടുള്ളതാണ്, അത് നശ്വരമായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള അലാതചക്രം, അങ്ങനെയുള്ള മനസ്സിൻ്റെ തോന്നലുകളാണ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം ഇന്നിപ്പോൾ കാണുന്നില്ലേ സീരിയലുകളുടെ അതുമാതിരി ചലച്ചിത്രങ്ങളിലെ കാർട്ടൂൺസ് ഇതൊക്കെ അങ്ങനെയില്ലേ. കാർട്ടൂൺസൊക്കെ എങ്ങനെ ഉണ്ടാക്കുക? പണ്ട് ഇപ്പൊക്കെ വളരെയധികം ടെക്നിക്കലായിട്ട് ഇമ്പ്രൂവ് ചെയ്തില്ല. പണ്ടൊക്കെ എങ്ങനെ വെച്ചാൽ ഇതൊക്കെ ആദ്യത്തിൽ കാലത്തൊക്കെ വരച്ചുണ്ടാക്കായിരുന്നു. ചെറിയ കാർട്ടൂൺസ് ഇങ്ങനെ വരച്ചുണ്ടാക്കും. ഓരോരോ ഭാവങ്ങൾ മാറി 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 ഇത് വന്നിട്ടില്ലേ ചലനങ്ങൾ ഉണ്ടാക്കി അത് അനവധി ചിത്രങ്ങൾ ഒന്നിച്ച് ചേർത്തിട്ട് ഒരു പ്രത്യേക വേഗത്തിൽ ഓടിക്കുമ്പോൾ നമുക്ക് തോന്നും ആ കാർട്ടൂൺ മെല്ലെ അങ്ങനെ ആ കാർട്ടൂൺ വരച്ചിട്ടുള്ള ആ രൂപം അങ്ങനെ ചലിക്കുകയാണ് നമുക്ക് തോന്നും. അതൊക്കെ അതില്ലേ, അതൊക്കെ മനസ്സിൻ്റെ വിഭ്രമങ്ങൾ ഈ അലാതചക്രം ഉള്ളതാണ്. അത് മനസ്സിലാക്കി അതുമാതിരി തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഇതൊക്കെ കാണുന്നതെല്ലാം മനസ്സിൻ്റെ ഗതിവിലാസങ്ങളാണെന്ന് മനസ്സിലാക്കുന്ന പറയുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞു വെച്ചാൽ പിന്നെ ഇതിൽ നിന്ന് മോചനം ബന്ധം ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. ദൃഷ്ടിം തഥ പ്രതിനിവർത്തിയ നിവൃത്ത തൃഷ്ണ തൂഷ്ണീം ഭവേൽ നിജസുഖ അനുഭവോ നിരീക. പിന്നെ ആഗ്രഹങ്ങളൊന്നും ഇല്ലാണ്ട് എന്ത് ചെയ്യും? അങ്ങനെ പ്രതിനിവർത്തി ആ ദൃഷ്ടി പുറത്തേക്കുള്ള മനസ്സിൻ്റെ പുറത്തേക്കുള്ള പോക്കുകളൊക്കെ ഇല്ലാണ്ട് ഈ മനസ്സിനെ നിയന്ത്രിച്ചിട്ട് എന്ത് ചെയ്യും? നിവൃത്ത തൃഷ്ണ ആഗ്രഹങ്ങളൊക്കെ നിവൃത്തി വരുത്തിയിട്ട് തൂഷ്ണീം മൗനം ഭവിച്ചുകൊണ്ട് അങ്ങനെ നിജ സുഖ അനുഭവോ നിരീക തന്നിൽ തന്നെ ആത്മാവിൽ തന്നെ കിട്ടുന്ന ആനന്ദം അനുഭവിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ കഴിയും. ഒന്നിനോടും ആഗ്രഹമില്ലാണ്ട് ഒന്നും പ്രവർത്തിക്കാണ്ടിരിക്കാൻ കഴിയണമെന്ന് പറയുകയാണ്. അങ്ങനെ ഇരിക്കാൻ സാധിച്ചാൽ പിന്നെ ഈ പ്രപഞ്ചത്തിൽ അതാണ് ജീവൻ മുക്ത അവസ്ഥ. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മളെ സംബന്ധിച്ചോളം ഈ സംസാരം ഇല്ല എന്ന് പറയുകയാണ്. സന്ദൃശ്യതേ കോച യതീതം അവസ്തു ബുദ്ധ്യ ത്യക്തം പ്രമായ നമവേൽ സ്മൃതിരാനിപാതാൽ. ഇങ്ങനെ ഇരിക്കുമ്പോഴും ശരീരം ഇല്ലാണ്ടിരിക്കില്ലല്ലോ. അത് വന്നു വെച്ചാൽ അതിനെപ്പറ്റി സ്മരണ ഉണ്ടായിച്ചാലും അത് പക്ഷെ നമുക്ക് ആപത്തിനായിട്ടോ വീണ്ടും ഭവിക്കില്ല എന്ന് പറയുകയാണ്. കാരണം നമ്മളതിന്ന് വിട്ടു നിന്ന് കഴിഞ്ഞിരിക്കണു. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി പ്രശ്നമില്ല. അതവിടെ അങ്ങനെ ശരീരം അവിടത്തോളം ഇരുന്നോട്ടെ എന്ന് പറയുകയാണ്. ദേഹം ച നശ്വരമവസ്ഥിതം ഉത്തിതം വാ. ആ ശരീരം ഉണ്ടാവുകയെ നിലനിൽക്കുകയെ നശിക്കുകയെ എന്താ വെച്ചാൽ ചെയ്തോട്ടെ, അതിനെപ്പറ്റിയൊന്നും ശ്രദ്ധിക്കില്ല എന്ന് പറയുകയാണ്. എന്ന് മാത്രമല്ല
സിദ്ധോ നശ്വരമവസ്ഥിതമുത്ഥിതം വാ സിദ്ധോ ന പശ്യതി യഥോദ്യഗമൽ സ്വരൂപം. ഇനി അങ്ങനെ ആ സിദ്ധനായിട്ട് ആ തൻ്റെ സ്വരൂപത്തിലിരിക്കുന്ന ആൾക്കുണ്ടല്ലോ, ഈ ശരീരം ഉണ്ടായി നിലനിന്ന് വെച്ചാലും അതിനെപ്പറ്റി യാതൊരു താല്പര്യമില്ല. അവൻ്റെ ശരീരം ഏതുമാതിരി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ചന്ദനത്തിരി കത്തിച്ച് വെച്ചാൽ, ചന്ദനത്തിരി കത്തിച്ച് വെച്ചാൽ അതിങ്ങനെ ആ ചെറിയ മൊരി വേണ്ടി കത്തി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇതിനുള്ള നാളുണ്ടല്ലോ, ആ ഇങ്ങനെ അങ്ങനെ കരിഞ്ഞ് മുഴുവൻ വീഴാണ്ട് അതങ്ങനെ കുത്തനെയാണ് നിൽക്കേണ്ടാവും. അത്രയേ ഉള്ളൂ നമ്മുടെ ശരീരം. നമ്മൾ അങ്ങോട്ട് തൊട്ട് കഴിഞ്ഞാൽ ആ ചാരം അങ്ങനെ പൊടിഞ്ഞാണ്ട് വീഴും ചെയ്യും. അത്രയേ ഉള്ളൂ ഈ ശരീരത്തിനോടുള്ള ആ ബന്ധം, ആ ഉള്ളിലുള്ള ആത്മാവ് ജീവന് അതിനുള്ള ബന്ധം താൻ ശരീരമാണെന്നുള്ള ഭാവം വിട്ട് കഴിഞ്ഞിരിക്കണം. അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ആ ശരീരം പക്ഷെ നിലനിൽക്കും. അത് നിലനിൽക്കാണ്ട് നിവൃത്തിയില്ല. കാരണം പ്രാരബ്ധ അത് പറയാൻ പോകണതാണ്. ദേഹം ച നശ്വരമവസ്ഥിതമുത്ഥിതം വാ സിദ്ധോ ന പശ്യതി യഥോദ്യഗമൽ സ്വരൂപം ദൈവാൽ അപേതമുത ദൈവവശാതുപേതം വാസോ യഥാ പരിഹൃതം മതിരാമദന്ത. അതായത് ചിലപ്പോൾ അതില്ലേ ദൈവാന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാരബ്ധം കൊണ്ടാണ്. ആ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ നശിക്കും. അതെന്തായാലും അതിനെപ്പറ്റി തീരെ ശ്രദ്ധയില്ലാണെന്ന് പറയണത്. ഇതുമരി വാസോ യഥാ പരിഹൃതം മതിരാമദന്ത. ഒരു മദ്യപാനി നല്ല കല്ല് കുടിച്ചിങ്ങനെയല്ല ലഹരിയിരിക്കുമ്പോഴേ മുണ്ട് ഉടുത്തുണ്ടാവും, ചിലപ്പോൾ അഴിഞ്ഞു ഉടുത്താലും ഇരുന്നാലും വരിക അഴിഞ്ഞു പോയാലും അറിയാം. അങ്ങനെ ഒരു അവസ്ഥയില്ലേ, അത് മതിയാവും. ശരീരത്തിനെ പറ്റി ആ ദേഹിക്ക് യാതൊരു ബോധമില്ലാണ്ട്, ശരീരബോധമില്ലാത്ത അവസ്ഥയിൽ ജീവൻ മുക്തനായിട്ട് അങ്ങനെ ഇരിക്കാൻ കഴിയുമെന്ന് പറയുകയാണ്. ദേഹോപി ദൈവവശക ഖലു കർമ്മയാവൽ സ്വാരംഭകം പ്രതിസമീക്ഷത ഏവ സാസൂ. അങ്ങനെയാണ് ആ പ്രാണനോട് കൂടിയിട്ട് ദേഹം ശരീരം നിലനിൽക്കും. കാരണം ആ ശരീരം ഉണ്ടായത് എന്താണ്? പ്രാരബ്ധകർമ്മം കൊണ്ടാണ് ഉണ്ടായത്. അപ്പോൾ ആ പ്രാരബ്ധം നശിക്കുന്ന വരെ ശരീരം നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് പറഞ്ഞപ്പോൾ അതിൽ ഭക്ഷണമൊന്നും മര്യാദയ്ക്ക് കഴിച്ചില്ലെങ്കിലും അവധൂതന്മാരൊക്കെ കണ്ടില്ലേ നല്ല ആരോഗ്യത്തോടു കൂടി അതിരിക്കും. അവർ ചിലപ്പോൾ ഭക്ഷണം കിട്ടിയാൽ കഴിക്കില്ല എന്നല്ല, ശരീരം ത്യജിക്കൊന്നുമില്ല. കിട്ടിയാൽ അത് കഴിക്കാൻ അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. ചിലപ്പോൾ അത് കഴിക്കും, ചിലപ്പോൾ കഴിച്ചില്ല. അപ്പോൾ അതങ്ങനെ ആ ശരീരം എത്രത്തോളം നിലനിൽക്കാൻ അതിൻ്റെ പ്രാരബ്ധം ഉണ്ടോ അത് അത്രത്തോളം അതങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു പറയുള്ളൂ. അതിനെപ്പറ്റി ഈ ദേഹി തീരെ ചിന്തിക്കില്ല. എന്നാണോ വാസോയ എന്നിട്ടോ സ്വാരംഭകം പ്രതിസമീക്ഷത ഏവ സാസു തം സപ്രപഞ്ചമതിരൂഢ സമാധിയോഗ സ്വാപ്നം പുനർന്ന ഭജതേ പ്രതിബുദ്ധ വസ്തു. അങ്ങനെ അതിരൂഢ സമാധിയോഗ താൻ ശരീരമല്ല എന്നുള്ളത് ആ മനസ്സിനെ ഭഗവാനിൽ ആത്മാവിൽ ഉറപ്പിച്ചുകൊണ്ടുള്ള ആ സമാധിഭാവത്തിലിരിക്കുന്ന ആ ജീവനുണ്ടല്ലോ, ആ ജീവന് പിന്നെ ഈ ശരീരമല്ല എന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ ഈ സ്വപ്നാവസ്ഥ ജാഗ്രതയിലിരിക്കുമ്പോൾ സ്വപ്നത്തിനെ കണ്ട് ഏതുമാതിരിയായിരുന്നു ചിന്ത, അതുമാതിരിയുള്ള ഇതെല്ലാവരും സ്വപ്നമയാണ് എന്ന് പറഞ്ഞ് അതിനെപ്പറ്റി തീരെ ചിന്തിക്കുക. പുനർന്ന ഭജതേ പ്രതിബുദ്ധ വസ്തു, അതിന് തീരെ ചിന്തിക്കുകയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ഇരിക്കുന്ന എന്നാൽ നോക്കൂ, എന്നിട്ട് ഇതാണ് യഥാർത്ഥത്തിലുള്ള ഈ ജ്ഞാനം പറയുകയാണ്. ഗുണങ്ങളെ ഇല്ലാണ്ടേക്കാൻ ഗുണങ്ങൾ ചേതസ്സിലെത്തുന്നു. ചേതസ്സും ഗുണമൊന്നും താനെല്ലാം ഇതിൻ്റെ സാക്ഷിയായിട്ടുള്ള ആത്മാവാണെന്നുള്ള ആ ഭാവത്തിലിരിക്കുക. അതാണ് മാർഗം എന്നാണ് ഇപ്പോൾ അതാണ് ഇനി ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പുത്രന്മാർക്ക് സനകാദികൾക്ക്. മയൈതദുക്തം വോ വിപ്രാ ഗുഹ്യം യൽ സാഖ്യയോഗയോ ജാനീതമാഗതം യജ്ഞം യുഷ്മൽ ധർമ്മവിവക്ഷയാ. ഇവിടെ രസമായിട്ടുള്ളതുണ്ട്. അതായത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതാണ് വളരെ രഹസ്യമായിട്ടുള്ള സാഖ്യം കൊണ്ടോ ജ്ഞാനമാർഗം കൊണ്ടോ യോഗമാർഗം കൊണ്ടോ കർമ്മയോഗം കൊണ്ടോ എല്ലാം അതിൻ്റെയും ആത്യന്തികമായിട്ടുള്ള തത്വം എന്താണ്? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അതാണ് മയൈതദുക്തം. ഇപ്പം ഞാൻ പറഞ്ഞതാണ് ഈ മനസ്സിനെ ഈ ഗുണങ്ങളിൽ നിന്ന് വിടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം ഇതിൻ്റെയൊക്കെ സാക്ഷിയായിട്ടുള്ള ആത്മാവാണ് താൻ എന്നുള്ള ഭാവത്തിൽ നിയോഗത്തിലെ എന്താണ് വിവേകം കൊണ്ട് ഇതിനെ ആ ശുദ്ധജ്ഞാനം കൊണ്ട് ഇതിനെ ഇല്ലാണ്ടാക്കുകയാണ് വേണം. അതാണ് ഇതിന് മാർഗം എന്ന് പറയുകയാണ്. എന്നിട്ടോ ഞാൻ ഇതിപ്പോൾ ആരാണ് ആദ്യം നിങ്ങൾ ചോദിച്ചില്ലേ അങ്ങ് ആരാണെന്ന്? ആ ജാനീത മാഗതം യജ്ഞം യുഷ്മൽ. നിങ്ങൾക്ക് ഈ ധർമ്മം ഈ തത്വം പറഞ്ഞു തരാൻ വേണ്ടി വന്നിട്ടുള്ള യജ്ഞം വിഷ്ണു ആണെന്ന് പറഞ്ഞു. ആ വിഷ്ണു എന്നുള്ള വിഷ്ണുവിന് ഇവിടെ പേര് പറഞ്ഞ് എന്താണ്? യജ്ഞം എന്നാണ് പറഞ്ഞാൽ. യജ്ഞം എന്ന് പറയുന്നത് ഇതിന് രസമായിട്ട് നമുക്ക് വേറൊരു തൃതീയ സ്കന്ധത്തിൽ ഇതേമാതിരി 13-ാമത്തെ അധ്യായത്തിൽ അവിടെയുണ്ട് ബ്രഹ്മാവുണ്ട്, ബ്രഹ്മാവിൻ്റെ പുത്രന്മാരുമുണ്ട്. ഇവിടെയും ബ്രഹ്മാവിൻ്റെ മാനസപുത്രമായിട്ടുള്ള സനകാദികളാണ്. അവിടെ എന്താണ്? അവിടെ സൃഷ്ടി വർദ്ധിച്ചുകൊണ്ടിരിക്കുക തൃതീയത്തിൽ അതിൽ അവിടെ എങ്ങനെയാണ്? ബ്രഹ്മാവ് സൃഷ്ടി നടത്തി അവസാനം എന്ത് ചെയ്തു? തൻ്റെ ശരീരം തന്നെ രണ്ടായി വിഭജിച്ചു.
സ്വയംഭൂമനും ശതരൂപാദേവിയായിട്ട് വിഭജിച്ചു. എന്നിട്ട് പിന്നീട് നിങ്ങൾ മിഥുനീ ഭാവത്തിൽ കൂടിയിട്ട് സൃഷ്ടി വർദ്ധിപ്പിച്ചോളൂ പറഞ്ഞു. അവർ ബ്രഹ്മാവിൻ്റെ ആജ്ഞ മാനിച്ചിട്ട് സൃഷ്ടി വർദ്ധിപ്പിക്കാൻ നടക്കുമ്പോഴാണ് ഭൂമി കാണാനില്ല, ഭൂമി രസാതലത്തിൽ താണു പോയിരിക്കണു. അപ്പോഴാണ് പറഞ്ഞത് എങ്ങനെയാണ് പ്രജകൾക്ക് വാഴാൻ വേണ്ടിയിട്ട് ഭൂമി വേണ്ടേ എന്ന് പറയും. അപ്പോഴും ബ്രഹ്മാവിന് പരിഭ്രമമായി, താൻ സൃഷ്ടി ആരംഭിച്ചു, ഭൂമി ഇല്ലല്ലോ. അപ്പോഴും ബ്രഹ്മാവ് ഭഗവാനെ ധ്യാനിച്ചു. ഭഗവാനെ ധ്യാനിച്ചപ്പോൾ എന്താണുണ്ടായത്? ആ വരാഹമൂർത്തിയായിട്ട് ഭഗവാൻ അവിടെ വരാഹമൂർത്തിയായിട്ട് അവതരിച്ചു. അതെന്താണ്? ഭൂമി എവിടെ ഉണ്ടായത്? തമോന്തതാംബോധിയിൽ, അതായത് തമോ ഗുണമാകുന്ന ആ രസാതലത്തിൽ അങ്ങനെ താണു പോയിരിക്കുക. സൃഷ്ടി വർദ്ധിക്കുമ്പോഴേക്ക് രജോ ഗുണം കൊണ്ടാണ് സൃഷ്ടി തുടങ്ങിയത്. അപ്പോഴേക്കും തമോ ഗുണം അങ്ങനെ വർദ്ധിച്ച് വന്നിരിക്കുന്നു. ദൈത്യന് ആദിദൈത്യനൊക്കെ വന്നിട്ട് ആ ആദിദൈത്യനെ നിഗ്രഹിച്ച് ആ സൃഷ്ടിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ആ വരാഹമൂർത്തിയായിട്ട് അവതരിച്ച രസാതലത്തിൽ നിന്ന് ഭൂമിയെ കൊണ്ടുവന്ന് അവിടെ വീണ്ടും സ്ഥാപിച്ചു. എന്നിട്ടോ പക്ഷേ എന്താണ് ഈ വരാഹെടുക്കുമ്പോഴേക്കും ഭഗവാൻ വന്നപ്പോൾ എന്താ? ഈ യജ്ഞവരാഹമൂർത്തേ ത്വം പാഹി വിജ്ഞനുത യജ്ഞവരാഹമൂർത്തേ എന്നാണ് പട്ടേരിപ്പാട് പറഞ്ഞുള്ളത്. ഇതാണ് യജ്ഞവരാഹമൂർത്തിയായിട്ടാണ് അവതരിച്ചത്. എന്താ ഈ യജ്ഞവരാഹമൂർത്തി എന്ന് പറഞ്ഞാൽ? ആ വരാഹമൂർത്തിയുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും യജ്ഞത്തിൻ്റെ ഓരോ അംഗങ്ങളായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം അവിടെ അവതരിച്ചത് പറയുകയാണ്. അപ്പോൾ എന്താണ് ഈ യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈശ്വരാർപ്പണമായിട്ട് ആ ഫലേച്ഛ കൂടാതെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അത് യജ്ഞമാണ്. അല്ലെങ്കിൽ ഒരു വരാഹം ചെയ്യുന്ന പ്രവൃത്തികൾ സാധാരണ വെറും പണികളല്ലേ. അത് ഭഗവാനെ ചെയ്യുമ്പോൾ എന്താണ്? അത് യജ്ഞസ്വരൂപനായിട്ടുള്ള ഭഗവാനാണ് വന്ന് ചെയ്യുന്നത്. അതുമാതിരി അവിടെ എന്താണ്? അവിടെ പ്രവൃത്തിമാർഗ്ഗമായിരുന്നു. സ്വയംഭൂമനും ശതരൂപാദേവിയായിട്ട് പ്രവൃത്തിമാർഗത്ത് കൂടി വരുമ്പോൾ കർമ്മയോഗം എങ്ങനെയാണ്? യജ്ഞരൂപത്തിൽ, അതായത് ഈശ്വരാർപ്പണമായിട്ട് കർമ്മയോഗം ചെയ്തു കഴിഞ്ഞു വെച്ചാൽ, നിഷ്കാമകർമ്മം ചെയ്തു കഴിഞ്ഞു വെച്ചാൽ മനഃശുദ്ധി വരും. മനഃശുദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനത്തിന് നമ്മൾ അധികാരമായിത്തീരും. അതാണ് അവിടെ പ്രവൃത്തിമാർഗം. അങ്ങനെ അവിടെ ആ രീതിയിൽ ഭഗവാൻ അവതരിച്ച് പറഞ്ഞു കൊടുത്തു. ഇവിടെയാണ് വെച്ചാൽ ഇവിടെ മനഃശുദ്ധിയൊക്കെ വന്ന് അവിടുന്നാണ് ആ ശുദ്ധമായിട്ടുള്ള മനസ്സിൽ നിന്നാണ് സനധി നിവൃത്തി മാർഗത്തിലാണ്. ഇവിടെ സനകാദികൾ വന്നപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഈ മനസ്സും കൂടി മനഃശുദ്ധി വന്നു. മനസ്സും കൂടി അനവസ്ഥ മനസ്സും കൂടി ഇല്ലാണ്ടാക്കിയിട്ട് ഇതെല്ലാം മായയാണെന്നുള്ള ബോധ്യത്തിൽ താൻ ഇതൊന്നും അല്ല എന്നുള്ള ആത്മഭാവത്തിലിരിക്കാനുള്ള അതാണ് പറഞ്ഞില്ലേ ജാനീതമാഗതം യജ്ഞം. അപ്പോൾ അതും ചിന്തിക്കേണ്ടതാണ്. അവിടെ ആ കർമ്മമാർഗത്തിലും ഭഗവാൻ ആ മാർഗ്ഗം പറഞ്ഞു കൊടുത്തു. ഇത് കഴിഞ്ഞ് എന്നെ പ്രാപിക്കാൻ എന്താണ്? നിഷ്കാമ കർമ്മം ചെയ്ത് യജ്ഞസ്വരൂപമായിട്ട് കർമ്മം ചെയ്താൽ കർമ്മമാർഗത്തിൽ കൂടി വന്നാലും ഇവിടെ എന്നെ പ്രാപിക്കാൻ കഴിയും. ഇവിടെ ജ്ഞാനമാർഗത്തിൽ കൂടി ശുദ്ധജ്ഞാനം വന്ന് ആ ശുദ്ധജ്ഞാനം വരാൻ എന്താ? എന്നിൽ ഭക്തി ഉണ്ടായിരിക്കുക. ഞാൻ എൻ്റെ ഭക്തനായിട്ട് എന്നെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുക. അതാണ് ഭക്തി. ഈ 3 ഭാവങ്ങളും ഇവിടെ വന്നു എന്ന് പറയുകയാണ്. അത് പറയാൻ നോക്കൂ. അഹം യോഗസ്യ സാഖ്യസ്യ സത്യസ്യ സത്യസ്യ തേജസാ പരായണം ദ്വിയശ്രേഷ്ഠ ശ്രിയ കീർത്തേർദമസ്യ ച. ഞാൻ ഈ പ്രപഞ്ചത്തിലെ എന്തൊക്കെ വസ്തുക്കൾ നമ്മൾ പ്രവർത്തിക്കുന്ന പറയുമ്പോൾ യോഗം, സാഖ്യം, അതുമാതിരി സത്യം, ഋതം, അതായത് പാരമാർത്ഥിക സത്യം, അതുമാതിരി വ്യാവഹാരിക സത്യമായിട്ടുള്ള ഋതം, നിയമങ്ങൾ, അതൊക്കെ ഉണ്ടല്ലോ. ഇതിൻ്റെ എല്ലാം തേജസ്, ഇതിൻ്റെ എല്ലാം ആത്യന്തികമായിട്ടുള്ള പരായണം ലക്ഷ്യം ഏതാണ്? അത് ഞാനാണ്. ഹേ മഹാബ്രാഹ്മണവേ എന്ന് പറയുകയാണ്. മാം ഭജന്തി ഗുണാ സർവേ നിർഗുണം നിരപേക്ഷ. ഈ ഗുണങ്ങളെല്ലാം എങ്ങനെയാണ്? ഇതെല്ലാം എന്നെ ഭജിക്കുന്നു. എങ്ങനെയാണ്? ഞാനെങ്ങനെയാണ്? നിർഗുണനാണ്. ഒന്നിനോടും ഞാൻ എല്ലാ ഗുണങ്ങളുടെയും അതീതനായിട്ടുള്ള ആളാണ്. എനിക്ക് ഗുണങ്ങളൊന്നുമില്ല. പിന്നെയോ നിരപേക്ഷ, ഒന്നിനോടും അപേക്ഷ ഇല്ലാത്ത ഭാവം. അതാണ് എൻ്റെ ഭാവം എന്ന് പറയുകയാണ്. നിർഗുണം നിരപേക്ഷകം എന്ന് മാത്രമല്ല സുഹൃതം പ്രിയമാത്മാനം. അതേ സമയത്തിന് പ്രപഞ്ചത്തിലെ എല്ലാവരുടെയും ജഗദേക ബന്ധു എന്ന് ഇനിയിപ്പോൾ ഉദ്ധവൻ പോണ സമയത്ത് പറയും ഭഗവാനെ പറ്റിയിട്ട്. അവിടെ ശ്രീ ശിവബ്രഹ്മർഷി പറയും. അതായത് സുഹൃതം പ്രിയത, എല്ലാവരുടെയും ഏറ്റവും പ്രിയ സുഹൃത്തായിട്ടുള്ള ആത്മാവായിട്ടുള്ള ആളാണ് ഞാൻ എന്ന് പറയുകയാണ്. സാമ്യാസംഗാതയോ ഗുണ. എൻ്റെ ഗുണങ്ങൾ എന്താണ്? സാമ്യ, എല്ലാവരോടും സമഭാവന, അതായത് സന്തുലിത. അത് പിന്നെ അഗുണ, ഒരു ഗുണങ്ങളും ഇല്ലാത്ത ഈ അസംഗം, ഒന്നിനോടും ഒട്ടലില്ലാതിരിക്കുക. ഇതെല്ലാം ആണ് എൻ്റെ ഗുണങ്ങളെന്ന് പറയുകയാണ്. ഇങ്ങനെ ഈ ഇതാണ് ഈ ഭാവത്തിൽ എത്തിക്കഴിഞ്ഞ് ചിന്തിച്ച് കഴിഞ്ഞു വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണ് ആ സനകാദികളുള്ള. അപ്പോൾ ഭഗവാൻ ഇതിമേ ചിന്ന സന്ദേഹ മുനയ അവരുടെ ആ സംശയങ്ങളെല്ലാം തീർന്നു. ഭഗവത് ഭാവം എന്താണെന്ന് അവർക്ക് മനസ്സിലായി. അവർ ഭക്തിയോടുകൂടി ഭക്തിയാഗണത പഴയ സ്തുതികളോട് കൂടിയിട്ട് സനകാദികൾ എന്നെ സ്തുതിച്ചു. എന്നിട്ടോ തൈലഹം പൂജിത സമ്യക് സംസ്തുത പരമർഷിവേ.
അവരെല്ലാവരും എന്നെ സ്തുതിച്ചു എന്ന് മാത്രമല്ല ബ്രഹ്മാവും എന്നെ വന്ദിച്ച് നമസ്കരിച്ച് സ്തുതിച്ചു. എന്നിട്ടോ പ്രത്യേയായ സ്വഗന്ധാമ പശ്യത പരമേഷ്ടിന, അവരെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കെ ബ്രഹ്മാവിനോടും യാത്ര പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്വധാമത്തിലേക്ക് അങ്ങനെ തിരിച്ചു പോവുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഈ ഹംസഗീതം എന്നുള്ള വിഷയം ഇവിടെ പറഞ്ഞത്. ഇവിടെ ആലോചിക്കേണ്ടത് രണ്ട് രീതി തന്നെ പറഞ്ഞു. ഒന്ന് സോഹം എന്ന് പറഞ്ഞുള്ളതില്ലേ, അത് ആ അഹം അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അത് ഞാൻ തന്നെയാണ്, ഞാൻ ആണ്. അല്ലെങ്കിൽ എന്താണ്, അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ എന്നുള്ള ആ ഭാവമുണ്ടല്ലോ, അതുണ്ട്. അല്ല നിനക്ക് വേറൊരു ഭാവമുണ്ട്, ഭക്തി അത് സൂചിപ്പിച്ചതാണ്. സോഹം എന്നുള്ളതിൻ്റെ പുറത്ത് ഒരു ഇപ്പുറത്തൊരു അക്ഷരം കൂടി ഇടാം, ദാസോഹം എന്നുള്ള, ദാസോഹം തവ കേശവ എന്നുള്ള ഭാവത്തിൽ, അല്ലെങ്കിൽ തോന്നുന്നതാകിൽ അഖിലം അങ്ങിതെന്ന വഴി ആ ആത്മസമർപ്പണം ചെയ്തുകൊണ്ടെല്ലാം നമ്മുടേതായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും ഈശ്വരൻ അർപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാനെന്ന ഭാവം തീരില്ല. ഈ ഞാനെന്ന ഭാവം കൊണ്ടാണ് ഈ തെറ്റായിട്ടുള്ളത് കണ്ടായിട്ടുള്ളത്. അത് ഇല്ലാണ്ടായിട്ട് വീണ്ടും ഭഗവാനെ പ്രാപിക്കുന്ന ഈ രണ്ട് മാർഗങ്ങളും ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ള കരുണാനിധിയായിട്ടുള്ള ഭഗവാനെ എല്ലാവരെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ പ്രകരണം ഭഗവത് പാദാരവിന്ദങ്ങളിൽ അർപ്പിക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.